അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 66-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ബദറിന് അനന്തരമുള്ള സംഭവങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ വർഷം 2 റമദാൻ 17-നായിരുന്നു ബദർ അരങ്ങേറിയത്. അതിനുശേഷമുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ബദറിന് ശേഷം പിന്നീട് അരങ്ങേറുന്ന പ്രധാനപ്പെട്ടൊരു സംഭവം അടുത്ത മാസം, അതായത് ശവ്വാൽ മാസം 15-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ഒരു ജൂത ഗോത്രം ബനൂ ഖൈനുഖ ഗോത്രത്തിനെതിരെ നടപ്പിലാക്കി അവർക്ക് നേരെ ഉണ്ടായ ഉപരോധമാണ്. അതായത് ഒരു ജൂത ഗോത്രത്തിനെതിരെ റസൂലുള്ളാഹി കൈക്കൊണ്ട ശക്തമായിട്ടുള്ള ചില നടപടികൾ, അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു വിഷയം ആമുഖമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനമായിട്ട് 2 കാറ്റഗറിയിലാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹിക്ക് വ്യക്തിതലത്തിൽ റസൂലുള്ളാഹിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധാർമ്മിക വശങ്ങൾ, ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മായിട്ടുള്ള വിവാഹം, സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, അത് വ്യക്തിതലവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൊണ്ട രാഷ്ട്രീയ സമീപനങ്ങൾ, ആ സമൂഹത്തിൽ സ്വീകരിച്ച ചില സമീപനങ്ങളിൽ ഏറ്റവും വിമർശന വിധേയമായി കടന്നു വരുന്ന ഒരു വിഷയമാണ് ജൂതന്മാർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ചില നിലപാടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻറ്റിസെമിറ്റിസം അല്ലെങ്കിൽ ഇസ്ലാം ജൂതവിരോധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതവിരോധിയായിരുന്നു, നഅൂദുബില്ലാഹ്, ആ രൂപത്തിലുള്ള ആരോപണങ്ങളെല്ലാം പിൻകാലഘട്ടത്തിൽ ശത്രുക്കൾ ഇന്നും ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആരോപണത്തിലുള്ള അടിസ്ഥാന രാഹിത്യം ചരിത്രപരമായ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യം നമ്മൾ ആ സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം, ബദറോടുകൂടെ മുസ്ലിങ്ങളോടുള്ള സമീപനങ്ങൾ, വിദ്വേഷങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് വർദ്ധിക്കുകയാണ്. കാരണം അറേബ്യയിൽ ഇസ്ലാമിൻ്റെ ഉന്മൂലനം ലക്ഷ്യമാക്കുന്ന നിരവധി വിഭാഗങ്ങൾ പ്രധാനമായിട്ട് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളാണ്. അതേപോലെ തന്നെ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകളും അവരും മകം കൊണ്ട് ആ ഇസ്ലാമിൻ്റെ ഉന്മൂലനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാജയം അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ പിന്നീട് അവരോടൊപ്പം തന്നെ സഹകരിക്കുന്ന മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ. മുനാഫിക്കുകൾ പ്രത്യക്ഷമായിട്ട് അവർ രംഗത്തേക്ക് വന്നിട്ടില്ല. അവർ ഉഹുദിൻ്റെ ആ ഒരു സന്ദർഭത്തിലാണ് അവർ പ്രത്യക്ഷമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അവർ മുസ്ലിങ്ങളോടൊപ്പമാണ്. അപ്പോൾ ബദറിൻ്റെ ആ ഒരു വിജയത്തോടു കൂടെ മുസ്ലിങ്ങളുടെ ആധിപത്യം ഏറെക്കുറെ ആ അറേബ്യൻ ഉപദ്വീപിൽ അത് ബോധ്യപ്പെടുകയാണ് മറ്റുള്ള ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ മദീനയിലുണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ജൂതന്മാർക്കെല്ലാം അങ്ങേയറ്റം അസ്വസ്ഥതകൾ, പല രൂപത്തിലായിട്ട് അവരുടെ അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. നമുക്കറിയാം, നേരത്തെ തന്നെ ആ ഹിജറയ്ക്ക് ശേഷം തന്നെ അവർ പല രൂപത്തിലായിട്ട് അത് മുസ്ലിങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പലതും നേരത്തെ നമ്മൾ പറഞ്ഞു. അവർ പ്രധാനമായിട്ട് കച്ചവടക്കാരായിരുന്നു. അപ്പോൾ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ വന്നതോടുകൂടെ മുഹാജിറുകൾ കച്ചവട രംഗത്ത് ശക്തി പ്രാപിച്ചു വരുന്നതും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ മാർക്കറ്റ് തുടങ്ങിയതും, അതേപോലെ തന്നെ കാലങ്ങളായിട്ട് അവിടെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിലുള്ള ആ ശത്രുതയെല്ലാം അവസാനിപ്പിച്ച് അവർ ഒന്നായി തീർന്നതെല്ലാം, അതെല്ലാം ജൂതന്മാർക്ക് അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിലേക്കും വരുന്നുണ്ട്. അപ്പോൾ മദീനയിലുള്ള ജൂതന്മാരെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അവരെങ്ങനെയാണ് ആ മദീനയിലേക്ക് എത്തിയത്. അവർ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന 3 ജൂതഗോത്രങ്ങൾ, അതെല്ലാം ആമുഖ ഭാഗത്ത് തന്നെ നമ്മൾ മദീനൻ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് 3 ജൂതഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. ബനൂ നളീർ, ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ. അതായത് മൊത്തം പോപ്പുലേഷൻ്റെ 1/3 ജൂതന്മാരാണ്. ഈ 3 ജൂതഗോത്രങ്ങളിൽ ബനൂ ഖൈനുഖ ഗോത്രം ആ മദീനൻ സിറ്റിക്കകത്ത്, പട്ടണത്തിനകത്താണ്. അതായത് മുസ്ലിങ്ങളോട് തൊട്ടടുത്ത് താമസിക്കുന്നത് അവരാണ്, ബനൂ ഖൈനുഖക്കാർ. മറ്റുള്ള 2 ഗോത്രം ബനൂ നളീറും ബനൂ ഖുറൈളയും അത് മദീനൻ സിറ്റിക്ക് പുറത്താണ്. അതിൽ ബനൂ ഖുറൈള മദീനയുടെ ഏകദേശം പിറകു ഭാഗത്താണ്, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് ഖന്തഖ് യുദ്ധത്തിൽ അവരുടെ ചതി അങ്ങേയറ്റം വലിയ ഗൗരവമായി തീർന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത് ആ മദീനൻ സിറ്റിക്കകത്ത് താമസിക്കുന്ന
ബനൂ ഖൈനുഖ ജൂതഗോത്രത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ മൊത്തം ജൂതന്മാരുമായിട്ട് മദീനയിൽ ഒരു സ്വഹീഫ, ഒരു കരാറുണ്ടാക്കി. നമ്മുടെ സീറയുടെ 50-ാമത്തെ ഭാഗത്ത് നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് ആ ഒരു കരാറിനെ സംബന്ധിച്ച്. അതായത് മദീനൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവിടെയുള്ള ഭരണഘടന. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണഘടന പ്രകാരം നമ്മൾ പുറമേ നിന്നും മദീനയെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളതിനെ നേരിടും. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട ചില ഉടമ്പടികൾ ജൂതന്മാരുമായിട്ട് നേരത്തെ തന്നെ അവർ ആ ഒരു കരാറിൽ ഒപ്പുവെച്ചതാണ്. അതേപോലെ തന്നെ അവിടെയുള്ള പൗരന്മാരുടെ അവകാശം അതെല്ലാം ഉൾക്കൊണ്ട ആ ഒരു കരാറ് ജൂതന്മാർ നേരത്തെ തന്നെ സൈൻ ചെയ്തതാണ്, അവർ ഒപ്പുവെച്ചതാണ്. ഈ ഒരു കരാറിനെ പച്ചയായിട്ട് ലംഘിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ കരാറിനെതിരെ പ്രവർത്തിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ബനൂ ഖൈനുഖ ജൂതഗോത്രക്കാരാണ്. പ്രത്യേകം മനസ്സിലാക്കണം, ഈ 3 ജൂതഗോത്രങ്ങളിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ജൂതഗോത്രം ബനൂ ഖൈനുഖക്കാരാണ്. കച്ചവടമാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അതേപോലെ തന്നെ അവർ നല്ല കൊല്ലപ്പണിക്കാരാണ്. ആയുധ നിർമ്മാണത്തിലെല്ലാം അങ്ങേയറ്റം കഴിവുള്ള ആളുകളാണ്. പ്രധാനമായിട്ട് അവിടെയുള്ള ആളുകൾക്കെല്ലാം ആയുധം സപ്ലൈ ചെയ്തിരുന്നതെല്ലാം ഈ ബനൂ ഖൈനുഖ ഗോത്രക്കാരാണ്. അതേപോലെ തന്നെ നല്ല ധീരയോദ്ധാക്കളാണ്. മുഴുവൻ ആളുകളുടെ കയ്യിലും ആയുധമുണ്ട്. 700ഓളം ധീരയോദ്ധാക്കൾ ആ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ ആ ഗോത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ധീരന്മാരായിട്ടുള്ള ഗോത്രം ബനൂ ഖൈനുഖക്കാരാണ്. അതുമാത്രമല്ല, അവർ പ്രധാനപ്പെട്ട അവരുടെ മറ്റൊരു ഫീൽഡ് സ്വർണ്ണ വ്യാപാരമാണ്. അതുമെല്ലാം അവരുടെ മദീനയിൽ അവരുടെ കുത്തകയായിരുന്നു. സ്വഹീൽ ബുഖാരിയിൽ ബനൂ ഖൈനുഖ വംശജനായിട്ടുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനെ സംബന്ധിച്ചുള്ള പരാമർശമെല്ലാം ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം അവർ മദീനയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മദീനൻ സിറ്റിക്കകത്ത് ആ വാദി ബുഹ്താൻ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് ആ ഒരു സ്ഥലത്താണ് ബനൂ ഖൈനുഖ ഗോത്രക്കാർ അവർ താമസിച്ചിരുന്നത്. അതേപോലെ തന്നെ ബനൂ ഖൈനുഖക്കാർ അവരുടെ കച്ചവടാവശ്യത്തിനും മറ്റും പ്രധാനപ്പെട്ട ഒരു സൂക്ക്, ഒരു മാർക്കറ്റും മദീനക്കകത്ത് അവർക്കുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ആ ബദറിൽ മുസ്ലിങ്ങൾ ശത്രുക്കളാൽ പരാജയപ്പെടുമെന്നുള്ള ഒരു വ്യാമോഹത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായത്താൽ മുസ്ലിങ്ങൾ ആ ബദറിൽ ഉന്നത വിജയം നേടി ആ മദീനൻ മണ്ണിൽ, അല്ലെങ്കിൽ അറേബ്യയിൽ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ശക്തി പ്രാപിച്ചു വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് അവർക്ക് അങ്ങേയറ്റം അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ബനൂ ഖൈനുഖ ഗോത്രക്കാർ അവർ പല രൂപത്തിലായിട്ട് ആ ഒരു അസ്വസ്ഥതകൾ അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പം നേരത്തെ പറഞ്ഞു, അവിടെ പ്രധാനമായിട്ട് അവർ കച്ചവട രംഗം കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ, അതായത് അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മദീനയിലുണ്ടായിരുന്ന മദീനൻ വാസികളായ ഔസും ഖസ്റജും അറബ് ഗോത്രങ്ങൾ, അവർ നേരത്തെ തന്നെ ജൂതഗോത്രങ്ങളായി ജൂതന്മാരുമായിട്ട് കച്ചവട ഇടപാടുകൾ നടത്തുന്നുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ജൂതന്മാർ വളരെ മോശമായിട്ട് അവരോട് പെരുമാറാൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്ലാം എല്ലാം ആകുന്നതിന് മുമ്പ് ആ മദീനയിലുണ്ടായിരുന്ന ആളുകൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കച്ചവട ഇടപാട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം ജൂതന് വലിയൊരു സംഖ്യ കടമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സന്ദർഭത്തിൽ ആ കടം ചോദിക്കുന്ന സന്ദർഭത്തിൽ, അത് തിരിച്ച് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവർ നൽകാൻ സന്നദ്ധമാകുന്നില്ല. അവർ നിരവധി ദുർന്യായങ്ങൾ പറയാണ്. അതായത് അവർ പറയുന്ന ദുർന്യായങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നൽകിയതല്ലേ, ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് പുതിയൊരാളായി, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബലഹു, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ അയാളുടെ മുൻകാലത്തുള്ളതെല്ലാം മായ്ക്കപ്പെടുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കടമെല്ലാം ഇനിയില്ല, ഇനി അത് ചോദിച്ച് വരേണ്ടതില്ല. അതല്ലെങ്കിൽ ഇതാ തഗയ്യറൽ ഹാൽ തഗയ്യറൽ ഹുക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അവസ്ഥ മാറുന്നതോടുകൂടെ അതിൻ്റെ ഹുക്കുമ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കട, നമ്മൾ തമ്മിലുള്ള ആ കടമെല്ലാം തീർന്നു, ഇനി അത് ചോദിക്കേണ്ടതില്ല. ഈ രൂപത്തിലുള്ള നിരവധി ദുർന്യായങ്ങൾ പറഞ്ഞ് പല ആളുകളും ആ കച്ചവട ഇടപാടുകളെല്ലാം വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ ജൂതന്മാർ മുസ്ലിങ്ങളോട് പെരുമാറാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാൻ. പ്രത്യേകമായിട്ടൊരു കാര്യം, നമ്മൾ മദീനൻ ആ ഒരു ഹിജറ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തത് സൂറത്തുൽ ബഖറയായിരുന്നു. സൂറത്തുൽ ബഖറയിൽ ആ ആരംഭത്തിലുള്ള മുനാഫിക്കുകളെ സംബന്ധിച്ചുള്ള പരാമർശം, അതേപോലെ തന്നെ ഖിബലമാറ്റം, നിരവധി വിഷയങ്ങൾ നമ്മൾ സൂറത്തുൽ ബഖറയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ബദറിന് അനന്തരമുള്ള ഭാഗം സൂറത്തുൽ അൻഫാലായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇനി നമ്മൾ 3-ാമത്തെ അധ്യായം സൂറത്തു ആലിമ്രാനിലേക്ക് മടങ്ങി വരാണ്. ഉഹുദിന് തൊട്ടുമുമ്പുള്ള ഭാഗങ്ങളും അതേപോലെ തന്നെ ഉഹുദിൻ്റെ അനന്തരമുള്ള ഭാഗങ്ങളെല്ലാം പ്രധാനമായിട്ട് കടന്നു വരുന്നത് 3-ാമത്തെ അധ്യായം സൂറത്തു ആലിമ്രാനിലാണ്. അപ്പോൾ ഈ സൂറത്തു ആലിമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ 75-ാമത്തെ വചനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ മുന്നോട്ട് വെക്കുന്നൊരു ന്യായം, ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, അവർ പറയുന്നൊരു കാര്യമാണ്. അതായത്
അവിടെ ഉണ്ടായിരുന്ന അവർ പരിഹസിച്ച് വിളിക്കുകയാണ് ഉമ്മി. നിരക്ഷരരായിട്ടുള്ള മുസ്ലിങ്ങളെ ആ രൂപത്തിലെല്ലാം ചെയ്യാം, അതിൻ്റെ പേരിൽ ദൈവം നമ്മോടൊന്നും ചോദിക്കില്ല. ഈ രൂപത്തിലുള്ള ദുർന്യായങ്ങളെല്ലാം പറഞ്ഞ് പല രൂപത്തിലുള്ള പൗരാവകാശ ലംഘനങ്ങൾ, അതായത് അവർ ആ സൈൻ ചെയ്ത കോൺട്രാക്റ്റിനെതിരെ പല രൂപത്തിലുള്ള പ്രവൃത്തികൾ അവർ നിരന്തരം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി അതെല്ലാം ക്ഷമിച്ച് അതെല്ലാം ശരിയാകുമെന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ക്ഷമിക്കുകയാണ്. പിന്നീട് അതിന് ശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത മറ്റൊരു പണി, മദീനയിലുണ്ടായിരുന്ന ഒരു തലമുതിർന്ന ജൂത നേതാവ്, അയാളുടെ പേര് ഷാസ് ബിൻ ഖൈസ് എന്നാണ്. ഈ ഒരു സംഭവം മുഴുവൻ സീറ ഗ്രന്ഥങ്ങളിലും സീറത്ത് ഇബ്നു ഇസാഖിലും ഇബ്നു ഹിശാമിലെല്ലാം കാണാൻ സാധിക്കും. അയാൾ ഒരിക്കൽ മദീനൻ തെരുവിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അയാൾ കണ്ട ഒരു കാഴ്ച അയാൾ വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കി അയാൾക്ക്. ആ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഔസും ഖസ്റജലും ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരൊരുമിച്ച് തമ്മിലിരുന്ന് അവർ സംസാരിക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു. അത് അയാളിൽ വല്ലാത്ത ആ ഒരു കാഴ്ച അയാളിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുകയാണ്. കാരണം ഈ രണ്ട് ഗോത്രങ്ങൾ കാലങ്ങളായിട്ട് തമ്മിലടിച്ചതാണ്. റസൂലുള്ളാഹിൻ്റെ ആഗമനത്തോടു കൂടെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ച് അവർ പരസ്പരം സഹോദരങ്ങളായി അവർക്കിടയിലുള്ള ആ രഞ്ജിപ്പും സ്നേഹവും ആ ഐക്യമെല്ലാം കണ്ട സന്ദർഭത്തിൽ അയാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, പല സന്ദർഭത്തിലും അക്കാലഘട്ടത്തും ഇക്കാലഘട്ടത്തും ശത്രുക്കൾ സദാസന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങളെ പല പേരിലായിട്ട് തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കൾ സദാസന്ദർഭത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ പല രൂപത്തിലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും ഫലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിക്കല്ലേ, നിങ്ങൾ ഐക്യപ്പെടുന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്താനുള്ള കാരണം. ഈ ഒരു കാഴ്ച കണ്ട സന്ദർഭത്തിൽ അതിലുള്ള ഒരു മനപ്രയാസം കാരണം അയാൾ ഒരു മോശം കമൻറ്റും അവിടെ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഒരുപാട് കാലമായിട്ട് തമ്മിലടിച്ച ആളുകളാണ്. ഈ രൂപത്തിൽ അയാളൊരു മോശം പദപ്രയോഗമെല്ലാം നടത്തുന്നുണ്ട്. അയാൾ അവസാനം പറഞ്ഞു, ഈ രൂപത്തിൽ ഇവരൊന്നിച്ചാൽ അത് നമുക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് തന്നെ അവരെ പരസ്പരം ഭിന്നിപ്പിക്കേണ്ടതുണ്ടെന്നെല്ലാം പറഞ്ഞ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വളരെ സമർത്ഥനായിട്ട് സംസാരിക്കുന്ന മറ്റൊരു ജൂതനെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നീ പോയിട്ട് അവരെ ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്ക്. എന്നിട്ട് അയാളെ ഈ ഷാസ് ബിൻ ഖൈസ് ഈ ജൂതനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പം എന്താണ് പഴയത് ഓർമ്മിപ്പിക്കാന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹിൻ്റെ ആഗമനത്തിന് മുമ്പ് ഹിജറയുടെ 3 വർഷം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന അറബ് ഗോത്രങ്ങൾ ഔസും ഖസ്റജും, ഈ ഗോത്രങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു. അവർ പരസ്പരം ചേരിതിരിഞ്ഞ് അവർ യുദ്ധത്തിലായിരുന്നു. ബുആസ് യുദ്ധം എന്നുള്ള പേരിൽ മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ കാലങ്ങളായിട്ട് അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ആഗമനത്തോടു കൂടെ അവർ ആ പഴയ ശത്രുതയെല്ലാം മറന്ന് അവർ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അവർ പരസ്പരം സഹോദരങ്ങളായി തീരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വലിയ അനുഗ്രഹത്തെ അവരെ ഉണർത്തുന്നുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ സൂറത്ത് ആൽ ഇംറാൻ്റെ 103-ാമത്തെ വചനത്തിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ ഐക്യം മുറുകെ പിടിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. അതിനുശേഷം അവർ ആ പിന്നിട്ട കാലഘട്ടത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊന്ന് അനുസ്മരിപ്പിക്കുന്നുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ അല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ കൂട്ടിയിണക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ പിന്നീട് നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. ഇതേ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറുമായിട്ട് ബന്ധപ്പെട്ടും സൂറത്തുൽ അൻഫാലിലെ 63-ാമത്തെ വചനത്തിലും സമാനമായിട്ടുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്തുന്നുണ്ട്. അവരതെല്ലാം മറന്ന് ആ പാസ്റ്റെല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് ഒരു പുതിയ ആളുകളായിട്ട് അവർ പരസ്പരം സഹോദരങ്ങളായിട്ട് സ്നേഹത്തോടു കൂടെ അവരെ വർത്തിക്കുകയാണ്. ഈ സമയത്താണ് ഈ ഷാസ് ബിൻ ഖൈസ് മറ്റൊരാളെ വിട്ട് ആ പിന്നിട്ട കാലം വീണ്ടും അവരെ ഉണർത്തി പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ജൂതനായിട്ടുള്ള വ്യക്തി അയാളൊന്നും അറിയാത്തതുപോലെ അവർക്കിടയിൽ പോയിരുന്ന ആ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി. അതിനുശേഷം അയാൾ മെല്ലെ ആ വിഷയം ഡൈവേർട്ട് ചെയ്ത് അയാൾ ആ പഴയതിലേക്ക്, അല്ലെങ്കിൽ ആ ബുആസ് യുദ്ധത്തെ സംബന്ധിച്ചെല്ലാം ആ സദസ്സിനിടയിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അയാൾ വളരെ സമർത്ഥമായിട്ട് ഔസുകാരിലേക്ക് തിരിഞ്ഞ, ബുആസ് യുദ്ധത്തിൻ്റെ സമയത്ത് ഖസ്റജുകാർ ചെയ്തത് ഓർക്കുന്നില്ലേ, ഇന്ന നേതാക്കളെല്ലാം നിങ്ങളിൽ നിന്ന് അവർ കീഴടക്കിയില്ലേ. അതിനുശേഷം അയാൾ ഖസ്റജുകാരിലേക്ക് തിരിഞ്ഞ, ബുആസ് യുദ്ധത്തിൻ്റെ സമയത്ത് ഔസുകാർ ഈ രൂപത്തിലല്ല, അന്ന് നിങ്ങളുടെ പ്രകടനം ആ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ പഴയതിനെ സംബന്ധിച്ച് പറഞ്ഞ്, അതിനോടൊപ്പം തന്നെ അക്കാലഘട്ടത്ത് അവർ പരസ്പരം ശത്രുതയിലായിരുന്ന കാലഘട്ടത്തിൽ അവർ
രചിച്ച പഴയകാല കവിതകളെല്ലാം അവിടെ ചൊല്ലി അയാൾ ആ പഴയ കാലത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോവാൻ. അതിനുശേഷം അയാൾ ഓരോ വ്യക്തികളിലേക്ക് തിരിഞ്ഞ്, നിൻ്റെ ഉപ്പ അല്ലെങ്കിൽ നിൻ്റെ അമ്മാവൻ അന്ന് ആ ബുആത്ത് യുദ്ധത്തിൽ ഇന്നയാളല്ലേ വധിച്ചത്, ആ രൂപത്തിലെല്ലാം ഓരോ വ്യക്തികളിലേക്ക് തിരിഞ്ഞും അവരെ പരസ്പരം ഈ രൂപത്തിൽ അയാൾ തിരികയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അയാൾ വളരെ സമർത്ഥമായിട്ട് ആ ശ്രമം വിജയിച്ചു. അവർ ആ വിഷയം ചർച്ച ചെയ്ത് അവർ പിന്നീട് പരസ്പരം വാക്ക് തർക്കമായി. അതായത് ഒരുമിച്ച് നിൽക്കുന്ന ആ മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ ഭിന്നിപ്പിക്കുകയാണ്. ശത്രുക്കളുടെ ആ തന്ത്രം നോക്കുക, അതേ തന്ത്രം ഇത് പല രൂപത്തിലായിട്ട് ഇന്നും അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രൂപത്തിലുള്ള ചർച്ചയായ സന്ദർഭത്തിൽ രണ്ട് ഗോത്രങ്ങളും ചേരി തിരിഞ്ഞ് ആദ്യം ഔസ് ഗോത്രക്കാരെഴുന്നേറ്റ് അവർ ആ പഴമയുടെ അവരുടെ ആ മഹിമ പറയും. അതിനുശേഷം ഖസ്റജുകാരെഴുന്നേറ്റെന്ന് പറയും. ഈ രൂപത്തിൽ രണ്ടാളുകളും പരസ്പരം ശക്തിയെ സംബന്ധിച്ചെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഖസ്റജുകാർ പറഞ്ഞു, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള ആൾ. അന്നും ഇന്നും അതേ രൂപത്തിലാണെന്ന്, അതായത് ആ തഫാഖുർ, അവർ പരസ്പരം പെരുമ നടിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടാളും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല. അവസാനം അവർ എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പരസ്പരം വീണ്ടും ഒന്ന് പോരടിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. ആരാണ് ശക്തരെന്ന് നമുക്കിപ്പം നോക്കാം. അങ്ങനെ അവസാനം അവർ രണ്ടാളുകളും പരസ്പരം ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. ചിന്തിച്ചു നോക്കുക, ആ സംസാരം അവിടെ വരെ എത്തുകയാണ്. നമുക്ക് ഒന്ന് കൈകോർത്ത് നോക്കാം ആരാണ് യഥാർത്ഥ ശക്തരെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഈ രൂപത്തിൽ അവർ രണ്ടാളും ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പ്ലാൻ ചെയ്ത് അതിനുള്ള ആ സ്ഥലവും ഡേറ്റ് വരെ അവർ ഫിക്സ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിരിയുന്നത്. ചിന്തിച്ചൊക്കെ വളരെ സമർത്ഥമായിട്ട് അയാൾ ആ തന്ത്രം വിജയിച്ചു. അവിടെ പിശാചും ആ ഒരു ഭിന്നിപ്പ്, ഏറ്റവും കൂടുതൽ പിശാച് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അണികൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ആ സ്വഹാബികൾ, അതായത് ഔസിലും ഖസ്റജിലും പെട്ട സ്വഹാബികൾ, ആ ജൂതൻ്റെ പ്രേരണയാൽ അവർ പരസ്പരം ആ ഒരു യുദ്ധത്തിന് വേണ്ടി വരെ അവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വാർത്ത മറ്റൊരാൾ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തുകയാണ്. ആ ഒരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ മുഖം മാറാണ്. സദാസന്ദർഭത്തിലും പുഞ്ചിരിച്ച് കാണുന്ന ആ മുഖം ആ സന്ദർഭത്തിൽ ദേഷ്യം കാരണം അത് വിവരണമാവാണ്. റസൂലുള്ളാഹി ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ സ്വഹാബികളെയും, ആ ഔസിലും ഖസ്റജിലും പെട്ട മുഴുവൻ സ്വഹാബികളെയും റസൂലുള്ളാഹി അടിയന്തരമായിട്ട് ആ ടെൻറ്റിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാണ്. മുഴുവൻ ആളുകളും അവിടെ ഒരുമിച്ച് കൂടിയതിന് ശേഷം റസൂലുള്ളാഹി അങ്ങോട്ട് വന്നു. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സംസാരം ആരംഭിച്ചു. സംസാരത്തിൻ്റെ ആദ്യ വചനം ശ്രദ്ധയാണ്. റസൂലുള്ളാഹി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ആരംഭിച്ചത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആ ഒരു വിളിയിലൂടെ റസൂലുള്ളാഹി അവർക്ക് നൽകിയ തർബിയത്ത് നോക്കുക. യാ മഅ്ശറൽ ഔസ്, യാ മഅ്ശറൽ ഖസ്റജ്, അല്ലെങ്കിൽ യാ മഅ്ശറൽ അൻസ്വാർ, മുഹാജിർ, അതൊന്നും വിളിക്കാതെ റസൂലുള്ളാഹി ആദ്യം അവരെ ഉണർത്തിയത് യാ മഅ്ശറൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ഇതേ രൂപത്തിൽ വ്യത്യസ്ത ഗോത്രവും അതേപോലെ തന്നെ വിഭാഗങ്ങളായിട്ടെല്ലാം തിരിഞ്ഞത്. ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങൾ വ്യത്യസ്ത ഗോത്രവും അതേപോലെ തന്നെ വിഭാഗമായിട്ടെല്ലാം തിരിഞ്ഞത് കേവലം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മുഴുവൻ മുസ്ലിമീങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ചിന്തിച്ചു നോക്കുക, ഇതേ റസൂലുള്ളാഹി തൊട്ടു മുമ്പ് നടന്ന ബദറിൽ മുഹാജിറുകളെ ഒരു ഭാഗത്തും അൻസാറുകളെ മറ്റൊരു ഭാഗത്തായിട്ട് വേർതിരിച്ച് നിർത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിരീന വൽ അൻസാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേർതിരിച്ച് തന്നെ പറയുന്നുണ്ട്. ഇവിടെയും സമാനമായിട്ട് ഔസ് എന്നുള്ളതും ഖസ്റജ് എന്നുള്ള രണ്ട് ഗോത്രങ്ങളായിട്ട് അവർ അറിയപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വ്യത്യസ്ത പേരുകളിൽ അല്ലെങ്കിൽ ലാബിൽ അറിയപ്പെടുന്നതല്ല പ്രശ്നം. ഏത് രൂപത്തിലാണെങ്കിൽ അതെല്ലാം യഥാർത്ഥത്തിൽ നന്മയുടെ മാർഗത്തിൽ മുന്നേറാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യത്യസ്ത ലാബലുകൾ നമുക്ക് ഉപയോഗിക്കാം. അതേ സന്ദർഭത്തിൽ നേർ വിപരീതമായിട്ട് വ്യത്യസ്ത ടൈറ്റിലുകൾ അത് പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി, ഭിന്നിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ പരസ്പരം പെരുമ നടിക്കാൻ, തഫാഖുറിന് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അത് പൈശാചികാണെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഇതേ രൂപത്തിൽ വ്യത്യസ്ത ലാബിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളുടെ നാഥൻ ഒന്നാണ്, അതേപോലെ തന്നെ നമ്മുടെ മതമൊന്നാണ്, നമ്മുടെ പ്രവാചകനെന്നാണ്, നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്. നമ്മൾ തമ്മിലടിക്കേണ്ടവരല്ല, മറിച്ച് നമ്മൾ മുസ്ലിങ്ങളാണ്. ആ ഒരു യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡേൺ രൂപമാണ്. അന്ന് ഗോത്രങ്ങളുടെ പേരിലാണെങ്കിൽ ഇന്ന് അസബിയത്ത് കാരണം വ്യത്യസ്ത സംഘടനകളായി അത് വ്യത്യസ്ത ലേബലുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് ദീനി പ്രബോധനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഖൈറാണ്. അതേ സന്ദർഭത്തിൽ പരസ്പരം പോരടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ പിടിച്ചവരാക്കി മുദ്ര കുത്താൻ വേണ്ടി ആ രൂപത്തിലാണെങ്കിൽ
ഓർക്കേണ്ടത് യാ മഅ്ശറൽ മുസ്ലിമീൻ എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധനയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്തി. ശേഷം റസൂൽ അവരോട് ചോദിച്ചു, അബിദഅവൽ ജാഹിലിയ വ അന ബൈന അദ്ഹുരിക്കും, മുസ്ലിങ്ങളെ, നിങ്ങൾ ആ ജാഹിലിയത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്, അതും ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ. ബഅദൻ ഹദാക്കുമുല്ലാഹു ലിൽ ഇസ്ലാം വ അക്രമക്കും ബിഹി വസ്തൻഖദക്കും ബിഹി മിനൽ കുഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അവൻ്റെ അനുഗ്രഹത്താൽ, അവൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലഫ ബൈന ഖുലൂബിക്കും, നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ ഒരു ഹിദായത്തിൻ്റെ മാർഗത്തിലാക്കി, ആ ജാഹിലിയത്തിൻ്റെയും കുഫറിൻ്റെയും എല്ലാ മാർഗത്തിൽ നിന്നും ആ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് മാനസികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണക്കി. അതിനെല്ലാം ശേഷം നിങ്ങൾ ആ ജാഹിലിയത്തിലേക്ക് തന്നെ മടങ്ങാണോ? അതാണ് റസൂലുള്ളാഹിൻ്റെ ചോദ്യം. ആ ഒരു ചോദ്യം കേട്ട സന്ദർഭത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആ ഔസിലും ഖസ്റജിലും പെട്ട മുഴുവൻ ആളുകളും അവർ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. അവർ ആദ്യമായിട്ടത് കേൾക്കുന്നത് പോലെ അവർ ആ സന്ദർഭത്തിൽ അവർക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ട് അവർ പരസ്പരം കരഞ്ഞ്, അവർ പരസ്പരം ആശ്ലേഷിച്ച്, അവർ കെട്ടിപ്പിടിച്ച്, അവർ തെറ്റേറ്റു പറഞ്ഞ് അവർ മടങ്ങാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൻ്റെ 100-ാമത്തെ വചനാണ് ഓർക്കുന്നത്. നസഅ ശൈത്വാനു ബൈനി വ ബൈന ഇഖ്വതി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, പിശാച് അവർക്കിടയിൽ ആ ഭിന്നിപ്പിൻ്റെ വിത്ത് പാകാൻ വേണ്ടി ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ഒരു ഉത്ബോധനം കേട്ട സന്ദർഭത്തിൽ അവർ പരസ്പരം അവർ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ തെറ്റേറ്റു പറഞ്ഞ് അവർ സ്നേഹത്തോടു കൂടെ അവർ വീണ്ടും പിരിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നുണ്ട്. ഇവിടെ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, സമാധാനത്തോടുകൂടെ അവിടെ ഐക്യത്തോടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഇതേ രൂപത്തിലുള്ള ഭിന്നിപ്പിൻ്റെ വിത്ത് പാകാൻ വേണ്ടി സമർത്ഥമായിട്ട് അവിടെയുള്ള ജൂതന്മാർ ശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. പക്ഷേ ആ സന്ദർഭത്തിലും അവരോട് നടപടി സ്വീകരിക്കുന്നില്ല. പക്ഷേ ഏതായാലും ഇതൊരുപാട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അത് തീർച്ചയായിട്ടും ആ മദീനയിലുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് എല്ലാ അർത്ഥത്തിലും ഈ ജൂതന്മാരെല്ലാ അർത്ഥത്തിലും വിഘാതമായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായ സന്ദർഭത്തിൽ ആ ജൂതന്മാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി റസൂലുള്ള ആ ബനൂ ഖൈനുഖാരുടെ മാർക്കറ്റിലേക്ക് തന്നെ റസൂലുള്ള നേരിട്ട് പുറപ്പെടുകയാണ്. ഇപ്പോൾ റസൂലുള്ള ബനൂ ഖൈനുഖാരുടെ മാർക്കറ്റിലെത്തി അവിടെയുള്ള മുഴുവൻ ജൂതന്മാരെയും വിളിച്ചുകൂട്ടി. അതിനുശേഷം അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ള സംസാരം ആരംഭിച്ചു. യാ മഅ്ശറൽ യഹൂദ് അസ്ലിമു ഖബല അൻ യുസീബക്കും മിസ്ലമ അസ്വാബ ഖുറൈശ്. ജൂതന്മാരെ, ഖുറൈശികൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സത്യം നിങ്ങൾക്കറിയാവുന്ന ഈ ഒരു സത്യം നിങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധാവുക. ഞാൻ പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ ഗ്രന്ഥം തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. റസൂലുള്ള ആദ്യം അവരെ ഈ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും, കാരണം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിഷൻ എന്നുള്ളത് ഈ സത്യപ്രബോധനമാണ്. അത് ജൂതന്മാരുടെ മുമ്പിൽ ആദ്യം അതിലേക്ക് റസൂലുള്ള ക്ഷണിച്ചു. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല അവർ സ്വീകരിക്കാതിരിക്കുന്നത്, മറ്റു പല കാരണങ്ങളാണ് അവരെ തടസ്സപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന പോലെ അവർ റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞിരുന്നത്. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ അതെല്ലാം നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അടയാള സഹിതം നൽകിയതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത്, ഖുറൈശികളെ ബാധിച്ചതുപോലെയുള്ളത് നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ്. എന്താണ് ഖുറൈശികളെ ബാധിച്ചത്? തൊട്ടു മുമ്പ് ബദറിൽ നമ്മൾ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് മലക്കുകളെല്ലാം അയച്ച് മുസ്ലിങ്ങളെ സഹായിച്ചത്, ആ ഒരു വാർത്ത അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേ രൂപത്തിൽ അള്ളാഹുവിനും പ്രവാചകനെതിരെ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ ധിക്കാരപരമായിട്ടുള്ള സമീപനങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചേക്കാം. അതിനു മുമ്പ് ഈ ഒരു സത്യം നിങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധാവുക. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ, അതായത് അവർ ഒരുമിച്ചെഴുതിയ ആ കരാറിനെ സംബന്ധിച്ചും അവരെ ഉണർത്തി. ഈ രൂപത്തിലൊരു സ്വഹീഫ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ ലംഘിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിങ്ങൾ വിരമിക്കണം. ആ രൂപത്തിൽ ഉണർത്തലും അവർക്ക് നൽകി. അതെല്ലാം കേട്ടതിന് ശേഷം അവർ തിരിച്ചു പറഞ്ഞ മറുപടി നോക്കുക. ആ മറുപടി ഒരുപാട് വിളിച്ചു പറയുന്നുണ്ട്. അവർ നൽകിയ പ്രതികരണം, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറയാണ്, കാനു, അതായത് ഖുറൈശികളെ നിങ്ങൾ ഇതാക്കി ബദറിൽ തോൽപ്പിച്ചു എന്നല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഖുറൈശികൾ കാനു അഗ്മാറൻ ലാ യഅരിഫൂനൽ ഖിതാൽ, അവരെന്നുള്ളത് യുദ്ധത്തിൻ്റെ ബാലപാഠം അറിയാത്ത ഒരു വിഭാഗമാണ് ഖുറൈശികൾ. അവരെയല്ല നിങ്ങൾ തോൽപ്പിച്ചത്. ഞങ്ങൾ അവരെ പോലെയല്ല, ഖുറൈശികളെ പോലെയല്ല ഞങ്ങൾ. ഇന്നക ലൗ ഖതൽതന
ലഅറഫ്ത അന്നാ നഹ്നുന്നാസ്, നീ ഞങ്ങളോട് കളിക്കുകയാണെങ്കിൽ, നഊദു ബില്ലാഹ്, ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വിവരം അറിയും. അപ്പോൾ നിങ്ങൾക്ക്, അതായത് നമ്മൾ പറയാറുള്ളത് പോലെ, അപ്പോൾ കാണാൻ യഥാർത്ഥത്തിലുള്ള ചുണക്കുട്ടികൾ ആരാണെന്ന്. ആ രൂപത്തിലാണ് ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത്. ചിന്തിച്ചു നോക്കുക, വളരെ ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ്. അതായത് യഥാർത്ഥത്തിൽ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് അവർ പ്രതികരിച്ചത്. അതായത് തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ അവർ വെച്ചത്. ഈ ഒരു അവർ നടത്തിയ ആ പ്രതികരണത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാനിലെ 12ഉം 13ഉം വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആ രണ്ട് ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുൽ ലില്ലദീന കഫറു സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നമ വബിഅ്സൽ മിഹാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുന്നു. അതിനുശേഷം ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തഖത, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബദറിൽ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ രണ്ട് ആയത്തുകൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ജൂതന്മാരുടെ പ്രതികരണത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ സംസാരത്തോട് അവർ നടത്തിയ പ്രതികരണം കാണിച്ചു തരുന്നത്, ഞങ്ങൾ ഈ രൂപത്തിൽ തന്നെ തുടരും, ഞങ്ങൾ നിങ്ങളുടെ ഉപദേശം കേൾക്കാനൊന്നും സന്നദ്ധരല്ല, ഞങ്ങൾ ശക്തരാണ്. ഈ രൂപത്തിലുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം, ഒരു വെല്ലുവിളി രൂപത്തിലാണ് അവർ തിരിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മക്കയിൽ ഒരു ഭാഗത്ത് ശത്രുക്കൾ ആ ബദറിലേറ്റ ദയനീയ പരാജയം കാരണം അവരെന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്, തിരിച്ചടിക്കാൻ വേണ്ടി. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളോട് കൂടെ ആ മദീന സിറ്റിക്ക് അകത്ത് ജീവിക്കുന്ന ഈ ജൂതന്മാർ ഈ രൂപത്തിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും അപകടമാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ റസൂലുള്ളാഹി അവിടെ ക്ഷമിക്കുകയാണ്. അവരെ അതേ രൂപത്തിൽ ആ കരാറ് ലംഘിച്ചതിന് അവർ മുന്നോട്ട് പോവുകയാണ്. ഒരല്പനാളുകൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട റസൂലുള്ളാഹിയെ കൊണ്ട് ശക്തമായിട്ടുള്ളൊരു നടപടി എടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ശക്തമായിട്ടൊരു ലംഘനം അവരിൽ നിന്നുണ്ടാവുകയാണ്. ഒരു സംഭവം അവിടെ അരങ്ങേറാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ, മദീനയിലുണ്ടായിരുന്ന ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കൽ ആ ജൂതന്മാരുടെ മാർക്കറ്റിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. സ്വർണമോ മറ്റോ വാങ്ങാൻ വേണ്ടിയാകണേ. നേരത്തെ പറഞ്ഞു, സ്വർണ്ണ വ്യാപാരത്തിൻ്റെ എല്ലാം കുത്തക അവിടെയുള്ള ജൂതന്മാരുടെ കയ്യിലാണ്. അപ്പോൾ ആ സ്ത്രീ അവർ ഇസ്ലാമിക വേഷം ധരിച്ചിട്ടുണ്ട്, ജിൽബാബും മറ്റും എല്ലാം ധരിച്ചിട്ടുണ്ട്. വളരെ ലൂസായിട്ടുള്ളൊരു വസ്ത്രമാണ് അവൾ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ജൂതന്മാരുടെ മാർക്കറ്റിലേക്ക് എത്തി അവിടെയുള്ളൊരു ജൂതൻ്റെ കടയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കടക്കാരനായിട്ടുള്ള ജൂതൻ അവളുടെ ഔറത്ത് കാണിക്കാൻ വേണ്ടി അയാൾ നിർബന്ധിച്ചു. ആ സ്ത്രീ അതിന് വിസമ്മതിച്ചു. ആ സന്ദർഭത്തിൽ അവളറിയാതെ ഈ കടക്കാരൻ പിറകിൽ നിൽക്കുന്ന മറ്റൊരു ജൂതൻ എന്തോ ഒരു മെസ്സേജ് കണ്ടുകൊണ്ടോ മറ്റോ ഒരു ആക്ഷൻ കാണിച്ച് അവർ തമ്മിൽ എന്തോ ഒരു പ്ലാൻ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ അവിടെ പർച്ചേസ് ചെയ്യുന്ന തിരക്കിലാണ്. ആ സന്ദർഭത്തിൽ പിറകിലുണ്ടായിരുന്ന ജൂതൻ അവളറിയാതെ അവളുടെ വസ്ത്രമെടുത്ത് മറ്റെന്തെങ്കിലും ഒന്ന് കൊളുത്തി വെച്ച് അല്ലെങ്കിൽ കെട്ടിവെച്ചു. ഈ സ്ത്രീ അതൊന്നും അറിയുന്നില്ല. അപ്പോൾ സാധനം എല്ലാം വാങ്ങി ആ ക്യാഷെല്ലാം കൊടുത്ത് ആ സ്ത്രീ എഴുന്നേറ്റ സന്ദർഭത്തിൽ അവരാ ധരിച്ച വസ്ത്രം മുഴുവൻ ഊരിപ്പോരാണ്. കാരണം അവിടെ വസ്ത്രം കെട്ടിയിട്ടുണ്ട്, ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വസ്ത്രം ഊരി അവൾ ആളുകൾക്കിടയിൽ പരസ്യമായിട്ട് ആ നഗ്നത വെളിവാവാണ്. അത് കണ്ട സന്ദർഭത്തിൽ ആ കടക്കാരനും അവിടെ കൂടിയുന്ന മുഴുവൻ ജൂതന്മാരും അവർ അട്ടഹസിച്ച് ആ നഗ്നതയും ആസ്വദിച്ച് അവർ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ വധിക്കുന്നതിന് തുല്യമാണ്. അത്രയും വലിയ അപമാനമാണ്. ഈ സ്ത്രീ ആ സന്ദർഭത്തിൽ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ നമുക്കറിയാം അത് ജൂതന്മാരുടെ ടെറിട്ടറി, അവരുടെ പ്രദേശമാണ്. പക്ഷേ ആ സ്ത്രീയുടെ നിലവിളി കേട്ട് അപ്പുറത്തുനിന്ന് ഒരു മുസ്ലിം സഹോദരൻ ഓടി വരികയാണ്. ആ മാർക്കറ്റിലേക്ക് വന്ന സന്ദർഭത്തിൽ ഈ സീൻ അയാൾ കണ്ടു. അയാൾക്ക് സംഭവം മനസ്സിലായി. ഉടനെ തന്നെ അയാൾ വാളെടുത്ത് ആ കടക്കാരനെ, അതായത് അതിന് കാരണക്കാരനായിട്ടുള്ള ആ കടക്കാരനായിട്ടുള്ള ജൂതൻ്റെ മേലേക്ക് അയാൾ ചാടി വീണു. അവർ തമ്മിൽ സംഘട്ടനമായി. അവസാനം ആ ജൂതനെ ഈ മുസ്ലിം കീഴടക്കി. ജൂതനെ മുസ്ലിം കീഴടക്കിയാൽ അവിടെയുള്ള മറ്റു ജൂതന്മാർ നോക്കി നിൽക്കില്ല. കാരണം അവരുടെ ഏരിയയാണ്. അവരുടെ ഏരിയയിൽ വന്ന് അവരുടെ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവർ സംഘടിക്കും. ഈ മുഴുവൻ ജൂതന്മാരും സംഘടിച്ച് അവർ മുഴുവൻ വന്ന് അയാളെ ആക്രമിച്ച് ആ മുസ്ലിമായിട്ടുള്ള വ്യക്തി അടിച്ചു കൊല്ലുകയാണ്. അതോടുകൂടി, അതായത് അയാൾ അവിടെ വെച്ചുകൊണ്ട് വധിക്കുകയാണ്, അന്യായമായിട്ട് വധിക്കുകയാണ്. അതോടുകൂടി ആ സുഹൈഫ്, അതായത് ആ കരാറ് പരസ്യമായിട്ട് അവർ വീണ്ടും ലംഘിക്കുകയാണ്. ശക്തമായിട്ടുള്ള ലംഘനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ വാർത്ത എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ ജൂതന്മാരുടെ ആ ഗോത്രത്തിലേക്ക് മെസ്സേജ് അയച്ചു. അതായത് ഘാതകരായിട്ടുള്ള ആളുകളെ ഉടനെ വിട്ടുതരണം, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ആ സന്ദർഭത്തിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ അവർ ഇഗ്നോർ ചെയ്ത് അവരത് കേൾക്കാൻ സന്നദ്ധമായില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അവർ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്ന് മനസ്സിലായ ഉടനെ തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മുതൽ ആ കരാർ നിലവിലില്ലെന്നുള്ള മെസ്സേജ് റസൂൽ അവർക്ക് കൈമാറാണ്. കാരണം തൊട്ടു മുമ്പ് ബദറിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൂറത്തുൽ അൻഫാലിലെ 58-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞിരുന്നു, ഇമ്മാ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനത്തൻ ഫംബിദ് ഇലൈഹിം അലാ സവാഇൻ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്, അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് വഞ്ചന ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ആ കരാറിനെ ഇരുകൂട്ടരും അറിയുന്ന രൂപത്തിൽ പരസ്യമായിട്ട് അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹമായിട്ട് നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാർ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും നിങ്ങൾക്കൊരു സർപ്രൈസ് അറ്റാക്ക് നിങ്ങൾക്ക് അത് പാടില്ല, അത് ചതിയാണ്. ആദ്യം നിങ്ങൾ ആ കരാർ ഇനി മുതൽ വാലിഡ് അല്ലെന്ന് അവരെ ആദ്യം അറിയിക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് നടപടി സ്വീകരിക്കേണ്ടത്. അത് ആ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഒരുപാട് ക്ഷമിച്ചു. പരസ്യമായിട്ടുള്ള ലംഘനങ്ങൾ തുടർന്ന് അവസാനം ഈ രൂപത്തിലെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അവരിലേക്ക് മെസ്സേജ് കൈമാറി. അതായത് നമ്മൾ തമ്മിലുള്ള ആ കരാറ് അതോടുകൂടി, അതായത് ഇനി മുതൽ ആ കരാറ് വാലിഡ് അല്ല. റസൂലുള്ളാഹി ആദ്യം വിവരം അറിയിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപടി സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ സന്നദ്ധരല്ല. എന്തുകൊണ്ട് അവർ സ്വീകരിക്കുന്നില്ല? ഒരുപക്ഷെ അല്ലാഹു ആലം, ഒരുപക്ഷെ അവരുടെ അഹങ്കാര നിമിത്താകണം. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് 700ഓളം ധീര യോദ്ധാക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. നേരത്തെ അവർ വെല്ലുവിളിച്ചതാണ്. യഥാർത്ഥത്തിൽ ഖുറൈശികളല്ല ഞങ്ങളുടെ ശക്തി, യഥാർത്ഥത്തിലുള്ള ശക്തി ഞങ്ങൾ കാണിച്ചു തരാമെന്നെല്ലാം വെല്ലുവിളിച്ചതാണ്. ഒരുപക്ഷെ ആ ഒരു ധിക്കാരം കാരണമായിരിക്കണം. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്കുള്ളൊരു ധൈര്യം, എന്തു തന്നെ വന്നാലും ഞങ്ങളുടെ ആ കോട്ടക്കുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്നുള്ള അവരുടെ ആത്മവിശ്വാസം. അതായത് നമ്മൾ അറിയേണ്ടത്, ജൂതന്മാർ അവിടെയുള്ള അറബികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വലിയ കോട്ടകൾക്കകത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വലിയ കോട്ടമതിലുകൾ കെട്ടി അതിനകത്തായിരുന്നു അവരുടെ താവളങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ ഹശ്ർ 59-ാമത്തെ അധ്യായം. മറ്റൊരു കാര്യം, ഈ സൂറത്തുൽ ഹശ്റിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ നമ്മൾ പറഞ്ഞ 2ാമത്തെ ജൂതഗോത്രം ബനൂ നളീറുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് പറയും. ആ സൂറത്തുൽ ഹശ്റിൻ്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്വനത്തിൻ ഔ മിൻ വറാഇ ജുദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കോട്ട കെട്ടി ആ പട്ടണങ്ങളിൽ വെച്ച് അതല്ലെങ്കിൽ മതിലുകൾക്ക് പിന്നിൽ നിന്നോ അല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്താ. അവർ നിങ്ങൾ ഒരുമിച്ചാണെന്ന് നിങ്ങൾ കരുതും, പക്ഷേ അവരുടെ ഹൃദയം ഭിന്നിപ്പിലാണെന്നുള്ള വസ്തുതയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വലിയ കോട്ടകൾക്കകത്തായിരുന്നു ജൂതന്മാർ വസിച്ചിരുന്നത്. അതിലേറ്റവും വലിയ കോട്ടകളുള്ളത് ഖൈബർ ഭാഗത്താണ്. ഇൻഷാ അല്ലാഹ് ഖൈബർ പിന്നീട് നമ്മൾ സീറയിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ ആ ഒരു കോട്ടകൾക്കകത്താണെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ, അതായത് അവർ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്മാരെ ലക്ഷ്യമിട്ട് മദീനയുടെ നേതൃത്വം, അതായത് മദീനയുടെ ചുമതലയെല്ലാം അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ പതാകയെല്ലാം നൽകി ആ ബനൂ ഖൈനുഖയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ആഗമന വാർത്ത അറിഞ്ഞ ഉടൻ, അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തെ കണ്ട ഉടൻ ഖൈനുഖാകാരായിട്ടുള്ള ആളുകൾ അവർ കോട്ടക്കുള്ളിലേക്ക് ഓടാണ്. ആ കോട്ടക്കകത്ത് അവർ അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, പരസ്യമായിട്ട് ഒരല്പം മുമ്പ് യുദ്ധത്തിന് വെല്ലുവിളിച്ച ആളുകളാണ്. ഞങ്ങൾ ഖുറൈശികളെ പോലെയല്ല, ഞങ്ങളോട് കളിച്ചാൽ യഥാർത്ഥത്തിലുള്ള ശക്തന്മാർ ആരാണെന്ന് കാണാമെന്നെല്ലാം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വീമ്പിളക്കിയ ആളുകൾ, അവർ റസൂലുള്ളാഹി സൈന്യമായിട്ട് വന്ന സന്ദർഭത്തിൽ ഭീരുക്കളായിട്ട് അവർ ആ കോട്ടക്കുള്ളിലേക്ക് ഓടാണ്. അപ്പോൾ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ പറയുന്ന സന്ദർഭത്തിൽ, ഖസായിസുകൾ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ സീറയുടെ ആരംഭ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു. മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ട് നൽകി അനുഗ്രഹിച്ച 6 കാര്യങ്ങൾ സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്, നുസിർതു ബിർ റുഅബി മസീറത്ത ഷഹർ. അതായത് ശത്രു ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭയം നിക്ഷേപിക്കും എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഞാൻ സഹായിക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ശത്രുക്കൾ ഭയന്ന് ആ കോട്ടക്കുള്ളിലേക്ക് ഓടാൻ. മാത്രമല്ല ബനു ഇസ്രായേലിലെ ഭീരുത്വം പ്രസിദ്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിലെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഖുദ്സിൽ പ്രവേശിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ മാഇദയുടെ 22 മുതലുള്ള ആയത്തുകൾ, സൂറത്തുൽ മാഇദ പ്രത്യേക നോട്ട് ചെയ്യുക, അതിലേക്ക് നമ്മൾ വരും. അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടൽ കടന്ന ജനതയോട് ആ ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഖാലു യാ മൂസ ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ,
ഓ മൂസ, അവർ നല്ല ശക്തിയുള്ള ആളുകളാണ്, ഞങ്ങളെങ്ങനെയാണ് അങ്ങോട്ട് കയറുക? അവർ ഭീരുക്കളായിട്ട് പ്രവേശിക്കാൻ സന്നദ്ധാകുന്നില്ല. ഇന്നാലൻ ദഖുലന ഹത്ത യഖ്റുജു മിൻഹ, അവരെ നിങ്ങൾ പുറത്താക്കുക, ആ പുറത്താക്കിയതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങൾ പോകാം. ഈ രൂപത്തിലുള്ള സംസാരമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ നടത്തുന്നത്. അതിനുശേഷം ഫദ്ഹബ അൻത വറബ്ബുക ഖാതില, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക. ആ രൂപത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള സംസാരം, ഭീരുത്വം നിഴലിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് ബനു ഇസ്രായേലർ അന്ന് നടത്തിയത്. സമാനമായിട്ട് ഈ രൂപത്തിൽ ഇവിടെയും നമ്മൾ കാണുന്നത്, ഇതേ രൂപത്തിൽ വെല്ലുവിളിച്ച ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ തന്നെ അവർ ആ കോട്ടക്കകത്ത് അഭയം പ്രാപിക്കാൻ. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ കോട്ടയുടെ വലിയ മതിൽ ഭേദിച്ച് കടക്കാനുള്ള ടെക്നോളജി ഒന്നും മുസ്ലിങ്ങളുടെ കയ്യിലില്ല. അതെല്ലാം പിന്നീടാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ യാതൊരു രക്ഷയില്ല, മുസ്ലിങ്ങൾ ആ ജൂതന്മാരുടെ ആ കോട്ട ഉപരോധിക്കാൻ. ഹിജ്റ വർഷം 2 ശവ്വാൽ പകുതി, അതായത് ശവ്വാൽ 15 ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു ഈ ബനു ഖൈനുഖായിനെതിരെയുള്ള ഉപരോധം റസൂലുള്ളാഹി ഏർപ്പെടുത്തിയത്. ഏകദേശം ആ ശവ്വാൽ മുതൽ ദുൽഖഅദ് വരെ, അതായത് 15 ദിവസത്തോളം ആ ഉപരോധം നീണ്ടു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ആ കോട്ടക്കകത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ കോട്ടക്കകത്തുണ്ട്. അവർ സ്റ്റോക്ക് ചെയ്ത ഭക്ഷണമുണ്ട്. അപ്പോൾ അതെല്ലാം അവർ ഉപയോഗിച്ച് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആ ഭക്ഷണ സാധനം മറ്റുമെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങി. 15 ദിവസത്തിന് ശേഷം അവർ കീഴടങ്ങി റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് വരാൻ. ആ സന്ദർഭത്തിൽ അത്രയും ദിവസം അതിനകത്ത് നിന്ന് അവർ ആ സന്ദർഭത്തിൽ വന്ന് ഞങ്ങൾ വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ആ സന്ദർഭത്തിൽ, ഗതിയില്ലാതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹിനോട് പറയാൻ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. കോട്ടക്കകത്തുണ്ടായിരുന്ന മുഴുവൻ യോദ്ധാക്കളായിട്ടുള്ള ആളുകൾ, അതായത് 700ഓളം യോദ്ധാക്കളായിട്ടുള്ള പുരുഷന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദികളാക്കാൻ, അവരെ തടവിലാക്കാൻ. അവരെന്ത് ചെയ്യുമെന്നുള്ളത് ആ തീരുമാനം, ഫൈനൽ തീരുമാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടൊരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അവരല്ലാത്ത മറ്റുള്ള ആളുകൾ, അവിടെ വീണ്ടും ഇനിയും ജൂതഗോത്രങ്ങളുണ്ട്, അവരിലേക്കൊരു മെസ്സേജ് കൈമാറേണ്ടതുണ്ട്. കാരണം സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരുമിച്ച് സമാധാനത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ സഹവർത്തിക്കാം. അതല്ല ഈ രൂപത്തിൽ ആ കരാറ് ലംഘിച്ച് ചതിക്കും വഞ്ചനക്കാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ ഇതേ അനുഭവമായിരിക്കും നിങ്ങൾക്കും എന്നുള്ള ആ ഒരു മെസ്സേജ് മറ്റുള്ള ആളുകൾക്ക്, ഇതേ നിലപാടുകൾ സ്വീകരിക്കാനിരിക്കുന്ന ആളുകളിലേക്ക് കൈമാറേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സന്ദർഭം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പുറത്ത് ശത്രുക്കൾ, മക്കയിലുള്ള ശത്രുക്കൾ, അത് ഏതെങ്കിലും രൂപത്തിൽ അവർ തിരിച്ചടിക്കാനുള്ള തക്കം പാർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും വലിയ ചതിയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഴുവൻ ബന്ദികളാക്കി. ആ ഒരു സന്ദർഭത്തിൽ ബനു ഖൈനുഖാകാർ അതിൽ നിന്നും മോചനം തേടാൻ വേണ്ടി അവർ കഴിയുന്ന വഴികളെല്ലാം അവർ ശ്രമിക്കുകയാണ്. അവരതിനു വേണ്ടി അവിടെയുള്ള 2 ആളുകൾ അവർ സമീപിക്കുകയാണ്. അതായത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡേഷന് വേണ്ടി അവർ 2 ആളുകളെ സമീപിക്കുകയാണ്. ആ 2 ആളുകൾ ഹിജ്റക്കെല്ലാം മുമ്പ് തന്നെ ഈ ബനു ഖൈനുഖാ ഗോത്രവുമായിട്ട് അവിടെയുള്ള മറ്റൊരു അറബ് ഗോത്രത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. അതായത് അവർ തമ്മിൽ സഖ്യകക്ഷികളായിരുന്നു. അത് ഖസ്റജ് ഗോത്രക്കാരാണ്. ആ ഖസ്റജ് ഗോത്രത്തിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് അവർ പോവാണ്. ഒന്നാമത്തെ വ്യക്തി അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂൽ, അതായത് ആ റഈസുൽ മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉബൈ. അയാൾ ഈ സമയത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളോടൊപ്പം ഉണ്ട്. അയാളുടെ തനി നിറം പിന്നീട് പുറത്തു വരും. രണ്ടാമത്തെ വ്യക്തി സ്വഹാബിയായിരുന്ന ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹം അൻസാരിയാണ്. അതായത് മദീനയിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ബാച്ച്, ഒന്നാം അഖബ ഉടമ്പടിയിലും 2ാം അഖബ ഉടമ്പടിയിലെല്ലാം പങ്കെടുത്ത മദീനയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്വഹാബിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ഈ 2 ആളുകളും ഈ ഖസ്റജ് ഗോത്രത്തിലെ പ്രമുഖരായിട്ടുള്ള ഈ 2 ആളുകളെ പോയി ആ ജൂതന്മാർ, അതായത് ബനു ഖൈനുഖായിൽപ്പെട്ട നേതാക്കൾ പോയി കാണാൻ. അപ്പോൾ അവരെ ആദ്യം പോയത് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ പഴയ സഖ്യകക്ഷികൾ, നമ്മൾ ഹുലഫാകളല്ലേ, അപ്പം നിങ്ങൾ ദയവേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ പറയണം. ഈ രൂപത്തിലെല്ലാം അവർ സംസാരിച്ചു. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അവരുടെ ആവശ്യം അംഗീകരിച്ചില്ല. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഓ പ്രവാചകരെ, അവർ എൻ്റെ ഖലീഫ, ജാഹിലിയ കാലത്ത് അവർ എൻ്റെ പാർട്ട്ണറായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ രക്ഷാധികാരി, എൻ്റെ വലിയ, അത് അള്ളാഹുവും പ്രവാചകനും അതേപോലെ തന്നെ സത്യവിശ്വാസികളാണ്. അവരായിട്ട് എനിക്ക് പഴയ കാലത്ത്, ജാഹിലിയ കാലത്ത് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എന്താണോ താങ്കൾ തീരുമാനിക്കുക അതാണ് എനിക്ക് വലുത്, അതല്ലാതെ അവരായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ലെന്ന്
ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ. അവിടെ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ലഭിക്കാതായപ്പോൾ അവർ രണ്ടാമത്തെ ആൾ, അതായത് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ അവർ സമീപിക്കാൻ. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് അവർക്ക് വേണ്ടി സംസാരിക്കാമെന്ന് ഏറ്റു. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ആ ബനൂ ഖൈനുഖ ഗോത്രത്തിൻ്റെ, അതായത് ആ ഗോത്രത്തെ തടവിലാക്കിയ സ്ഥലത്തേക്ക് വരികയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി അവിടെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് റസൂലുള്ളാഹിനെ വിളിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു വിളി തന്നെ വളരെ കൃത്യമായിട്ട്, ഒരല്പം ഈമാനുള്ള ഒരു മുസ്ലിം ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ അഭിസംബോധന ചെയ്യില്ല. പക്ഷേ ഈ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അകത്തുള്ള ആ നിഫാഖ് അല്ലെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള അയാളുടെ വിദ്വേഷം പല രൂപത്തിലായിട്ട് പല സന്ദർഭത്തിലും പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരിക്കലും ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ പിടിക്കാൻ തന്നെ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൻ്റെ റസൂലുള്ളാഹിനോട് കാണിക്കേണ്ട അദബുകൾ പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് നൂറിൻ്റെ 63-ാമത്തെ വചനത്തിൽ ലാ തജഅലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ള ആളുകളെ വിളിക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കാൻ പാടില്ലെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മര്യാദയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രൂപത്തിലുള്ള ഒരാളായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹിനെ ആ രൂപത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഹ്സിൻ ഫി മവാലിയ, അതായത് ഈ ആളുകൾ, അതായത് നിങ്ങൾ ബന്ദിയാക്കി വെച്ചിട്ടുള്ള ഈ ബനൂ ഖൈനുഖ ഗോത്രക്കാർ എൻ്റെ സഖ്യമാണ്, അതായത് എൻ്റെ കക്ഷികളാണ്, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം, അവരെ സ്വതന്ത്രനാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇയാൾ കൽപ്പിക്കാൻ. ഇയാൾ ആരാണ് കൽപ്പിക്കാൻ? ചിന്തിച്ച ഒരല്പം മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഇയാൾ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ മാത്രം അത്ര വലിയ ധിക്കാരാണ് അയാൾ സംസാരിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി അത് കേൾക്കാത്തതുപോലെ ഭാവിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അയാളുടെ വാക്കുകൾക്ക് ചെവിക്കൊടുക്കുന്നില്ല. അപ്പോൾ 2 തവണ അയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെ നിന്ന് നടന്ന് നീങ്ങുന്ന സന്ദർഭത്തിൽ 3-ാമത്തെ തവണ അയാൾ റസൂലുള്ളാഹിൻ്റെ വഴി തടഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ആ പടയെങ്കിൽ പിടിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, യാ മുഹമ്മദ് അഹ്സിൻ ഫി മവാലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ തവണ, അതായത് ആ രൂപത്തിൽ പടയെങ്കിലെല്ലാം പിടിച്ച് ഈ രൂപത്തിൽ സംസാരിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹാബികൾ പറയാൻ റസൂലുള്ളാഹിൻ്റെ മുഖം കോപം കാരണം ചുവന്നു. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യിനോട് പറഞ്ഞു, വൈഹക് അർസിൽനി, എൻ്റെ ശരീരത്തിൽ നിന്ന് കൈയെടുക്ക്, എന്നെ വിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപത്തോടുകൂടി ആ രൂപത്തിൽ സംസാരിക്കാൻ. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് പറഞ്ഞു, ലാ വല്ലാഹി ലാ ഉർസിലക് ഹത്താ തുഹ്സിൻ ഫി മവാലി, എൻ്റെ ഈ സഖ്യകക്ഷികളോട് നേരാംവണ്ണം വർത്തിക്കാൻ അല്ലെങ്കിൽ അവരെ സ്വതന്ത്രനാക്കുന്നത് വരെ ഞാൻ താങ്കളെ വിടില്ല എന്ന് റസൂലുള്ളാഹിനെ തടഞ്ഞു വെക്കാൻ. എന്നിട്ട് പറഞ്ഞു, 700ഓളം യോദ്ധാക്കളായിട്ടുള്ള ആളുകളാണ് അവരെൻ്റെ സഖ്യകക്ഷികളാണ്, ഇവരാണ് ഇത്രയും കാലം ഈ മദീനയിൽ എന്നെ സംരക്ഷിച്ചത്. ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ അവരെ വകവരുത്താൻ ഞാൻ അനുവദിക്കില്ല. ഈ രൂപത്തിലെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹിനോട് അങ്ങോട്ട് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് പറയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്ക്, അതായത് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചത് ഇവരാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇയാൾ മുസ്ലിമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷകനായിട്ടുണ്ട്. നേരത്തെ ഉബാദത്ത് ബിൻ സ്വാമിത്തിൻ്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എൻ്റെ വലിയ അല്ലാഹുവും റസൂലാണെന്ന് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാളുടെ ഈമാൻ എത്രത്തോളാണെന്ന് അയാളുടെ വാക്കുകൾ കാണിച്ചു തരുന്നുണ്ട്. ഇവരാണ് എൻ്റെ സംരക്ഷകർ, ഈ രൂപത്തിൽ അയാൾ സംസാരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് അയാളുടെ നിഫാഖ് വീണ്ടും പ്രതിഫലിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ രൂപത്തിലെല്ലാം സംസാരിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ലക്, അവർ നിനക്കുള്ളതാണ്. അതായത് ഞാൻ അവരെ ഒന്നും ചെയ്യുന്നില്ല, അവരെ വിട്ടയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ വിശദീകരിക്കും. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ആവശ്യപ്പെട്ടതുപോലെ റസൂലുള്ളാഹി അവരെ മോചിപ്പിച്ച് ഫ്രീ ആയിട്ട് വിടുകയല്ല. കാരണം ഈ രൂപത്തിലുള്ള ധിക്കാരം പ്രവർത്തിച്ച അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചത് ഒരു കണ്ടീഷനോട് കൂടെയാണ്. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ മദീനയിൽ താമസിക്കാൻ പാടില്ല. കാരണം അവർ കരാറെല്ലാം ക്യാൻസലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മദീനയിൽ ഈ രൂപത്തിൽ നിരന്തരം കരാറ് ലംഘിച്ച് ഇത്രയും നിർണായകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇനിയും ചതിയും വഞ്ചനയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും അപകടമാണെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടു പോകാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം നൽകി. അതിനുവേണ്ടി 3 ദിവസത്തെ സമയവും റസൂലുള്ളാഹി അവർക്ക് നൽകി. അപ്പോൾ അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് രൂപത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടും റസൂലുള്ളാഹി സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം അയാളുടെ ആവശ്യം എന്തുകൊണ്ട് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം, ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖൈനുഖാരുടെ കാര്യത്തിൽ അന്തിമമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ എടുത്ത തീരുമാനം എന്താണെന്ന് അല്ലാഹു അലം. ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ തീരുമാനിച്ചത് ഇതായിരിക്കണം, അതല്ലെങ്കിൽ മറ്റു വല്ലതും തീരുമാനിച്ച് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് പറഞ്ഞ സന്ദർഭത്തിൽ ആ തീരുമാനം മാറ്റിയിരിക്കാം, അല്ലാഹു അലം. രണ്ടായാലും ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ
ഈ ഒരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യുമായിട്ട് തർക്കിച്ച് അയാളുടെ ആവശ്യം അംഗീകരിക്കാതെ വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഭിന്നിപ്പ് സ്വാഭാവികമായിട്ട് അവിടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഈ സമയത്ത് അയാൾ ഇസ്ലാം പ്രഖ്യാപിച്ച് മുസ്ലിങ്ങളുടെ സർക്കിളിലാണുള്ളത്. അയാൾ ചില്ലറക്കാരനല്ല. മദീനയിൽ കാലങ്ങളായിട്ട് റസൂലുള്ളാഹിൻ്റെ ഹിജ്റയ്ക്ക് മുമ്പ് അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാണ്. അയാൾക്ക് നിരവധി അണികളുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ യുദ്ധമുഖത്ത് വെച്ച് അവിടെ ഒരു ഭിന്നിപ്പ് വരുന്ന സന്ദർഭത്തിൽ അത് എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായിട്ടുള്ള ഫലമാണ് സൃഷ്ടിക്കുക. പ്രത്യേകിച്ച് ജൂതന്മാരായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാരണം അവിടെ അയാളുടെ ആവശ്യം അംഗീകരിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പല സന്ദർഭത്തിലും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇതേ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പ്രവാചകരെ ഞാൻ അയാളുടെ തലയെടുക്കുമെന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുന്നോട്ടുള്ള സീറയിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ആ സന്ദർഭത്തിലെല്ലാം പറയുന്നുണ്ട്, ഉമർ അത് നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ അയാളെ വധിച്ചു കഴിഞ്ഞാൽ പുറമേയുള്ള ആളുകൾ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളെ തന്നെ വധിക്കാൻ തുടങ്ങിയെന്ന് അവർ പറയും. അതാണ് റസൂലുള്ളാഹി നൽകിയ മറുപടി. കാരണം ഇയാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഇയാൾ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ കൂടെയാണ്. നമുക്കറിയാം, ഒരാൾ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ഹൃദയം തുറന്നു നോക്കാൻ ആരും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരോടും കൽപ്പിച്ചിട്ടില്ല. അപ്പം ഇതേ രൂപത്തിൽ നിരവധി ആളുകളുണ്ട്. അപ്പം അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം എടുക്കുന്നത് വരെ അവർ പുറമേയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുനാഫിക്കാണോ മറ്റോ എന്നല്ല പുറമേയുള്ള ആളുകൾ നോക്കുന്നത്. അവർ റസൂലുള്ളാഹിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ ആ മുസ്ലിം സർക്കിളിലുള്ള ആളുകളാണ്. അപ്പം അവർ തമ്മിൽ വധിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പുറമേയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നൽകുന്ന ചിത്രം, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചിത്രം വളരെ വികലമായിരിക്കും. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ പാടാണ്. ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെയും ഹൃദയം തുറന്നു നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും അധികാരം നൽകിയിട്ടില്ല. ഇത്ര പ്രത്യക്ഷമായിട്ടുള്ള കേസിൽ വരെ. ഒന്ന്. രണ്ടാമത്തെ വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ സമകാലിക ലോകത്തുള്ള മുസ്ലിങ്ങൾക്കുള്ള വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇതേ രൂപത്തിൽ അകത്തുള്ള ജീർണതകൾ പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ പുറത്തുള്ള ആളുകൾ, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്ത വിഭാഗങ്ങളായാലും കക്ഷികളായാലും അവർക്ക് നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോൾ നമ്മുടെ തമ്മിലടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മൊത്തത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എത്ര വികലമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാടുകൾ വളരെ കൃത്യമായിട്ട് വലിയ പാഠമാണ് അതിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മദീന വിട്ടു പോകാൻ വേണ്ടി റസൂലുള്ളാഹി ആ ബനൂ ഖൈനുഖാകാരോട് കൽപ്പിക്കുകയാണ്. അതിനായി 3 ദിവസം അവർക്ക് സമയം നൽകിയിട്ടുണ്ട്. ആ 3 ദിവസത്തിനിടയിൽ വീണ്ടും അവർ ഒരിക്കൽ കൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ വീണ്ടും ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് അവർ വീണ്ടും സംസാരിച്ചു നോക്കി. അവർ പറഞ്ഞു, അബുൽ വലീദ്, അദ്ദേഹത്തിൻ്റെ കുനിയാണ്, നിങ്ങളൊന്ന് വീണ്ടും അയാൾ ഇതേ രൂപത്തിൽ സംസാരിച്ച സന്ദർഭത്തിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങൾക്ക് നൽകിയ ആ 3 ദിനം തന്നെ ഏറെയാണ്, ഞാനാണെങ്കിൽ അത്ര പോലും സമയം നൽകുമായിരുന്നില്ല. ഇതാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. വീണ്ടും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ കണ്ടു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് റസൂലുള്ളാഹിനോട് സംസാരിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അവർ തീർച്ചയായിട്ടും അതേ നടപടി തുടരും, അത് ഉറപ്പാണ്. കാരണം അവരുടെ സമീപനങ്ങൾ ഇത്രയും കാലത്തുള്ള അവരുടെ സമീപനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവസാനം അവർ ആ മദീന വിട്ട് സിറിയയിലുള്ള ഒരു പ്രദേശത്തേക്ക് ഈ ബനൂ ഖൈനുഖാകാർ മൊത്തത്തിൽ ആ മദീന വിട്ട് പിന്നീട് സിറിയയിലുള്ള മറ്റൊരു പ്രദേശത്ത് പോയി അവിടെ അവർ സെറ്റിലാവുകയാണ്. അവർ പോയ സന്ദർഭത്തിൽ അവർ ഉപേക്ഷിച്ച ആ ഗനീമത്ത്, അതായത് പ്രത്യേകിച്ച് അവരുടെ യുദ്ധോപകരണങ്ങളെല്ലാം അത് മുസ്ലിങ്ങൾക്ക് ഗനീമത്തായി ലഭിച്ചു. അത് സമാഹരിക്കാനും മറ്റുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ചുമതലപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2 ആളുകളുടെ പ്രതികരണങ്ങൾ ഞാൻ നേരത്തെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം. അതേ സന്ദർഭത്തിൽ മറുവശത്ത് അതിന് നേർവിപരീതമായി അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ പ്രതികരണം. ഈ 2 ആളുകളുടെയും പ്രതികരണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ സൂറത്തുൽ മാഇദ. ആ സൂറത്തുൽ മാഇദയിൽ ഈ ഒരു സംഭവം മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ 51 മുതൽ 56 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ച ഒരു സംഭവമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ആ ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കുക. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഈ ബനൂ ഖൈനുഖാ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ 6ഓളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. 51-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ദുഹും ഔലിയാ ബഅ്ദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ യഹൂദരെയും അതായത് ജൂതന്മാരെയും ക്രൈസ്തവരെയും നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അതായത് ഈ സംഭവമാണ് ആയത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. പല സന്ദർഭത്തിലും വിമർശകരായിട്ടുള്ള ആളുകൾ ആ സന്ദർഭത്തിൽ നിന്ന് മാറ്റി ആയത്തിനെ എടുത്ത് പല സന്ദർഭത്തിൽ അവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് ഇതേ രൂപത്തിൽ മുസ്ലിങ്ങളോട് ശത്രുത വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ ഉന്മൂലനം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന അത്തരത്തിലുള്ള ശത്രുക്കളുമായിട്ട് നിങ്ങൾ സഹകരിക്കരുത്. അതായിരുന്നു ബനൂ ഖൈനുഖാകാരുമായിട്ടുള്ള സഹകരണം, അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നൽകിയത്. ശേഷം ഈ രണ്ടാളുകളുടെ പ്രതികരണങ്ങളെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 52-ാമത്തെ വചനത്തിൽ ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ. ആരാണ് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ? സൂറത്തുൽ ബഖറയിൽ ആദ്യത്തിൽ ആ കാറ്റഗറൈസ് ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഫാഖിനെ സംബന്ധിച്ച് ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ അവരുടെ കാര്യത്തിൽ, അതായത് ശത്രുക്കളാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ കാര്യത്തിൽ തിടുക്കം കാണിക്കുന്നതായിട്ടും അവർക്ക് വല്ല ആപത്ത് ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നതായിട്ടെല്ലാം കാണാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുകയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ യഥാർത്ഥത്തിൽ പരാമർശിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ സംബന്ധിച്ചാണ്. അയാളുടെ പ്രതികരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ സംഭവം നേരത്തെ പറഞ്ഞ ആ സംഭവം വെച്ചുകൊണ്ട് ആയത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചത് ഇവരാണ്, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ സംരക്ഷിക്കാൻ ആരാണുള്ളത്, ആ രൂപത്തിൽ അയാൾ സംസാരിച്ചിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരോക്ഷമായിട്ട് ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്. അതിനുശേഷം ആ ഭാഗത്ത് തന്നെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രസ്താവനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചുകൊണ്ട് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് പരോക്ഷമായിട്ട് അവിടെ പരാമർശിക്കുന്നത്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അല്ലാഹുവും റസൂലാണ് എൻ്റെ വലിയ, അദ്ദേഹം ആ രൂപത്തിൽ പ്രതികരിച്ചിരുന്നു. ആ ഒരു പ്രതികരണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കിയ ശ്രോതാക്കളായിട്ടുള്ള ആളുകളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ ആ സൂറത്തുൽ മാഇദയുടെ 51 മുതൽ 56 വരെയുള്ള വചനങ്ങൾ അർത്ഥസഹിതം ഒന്ന് പാരായണം ചെയ്തു നോക്കുക. ഇനി നമ്മൾ ചരിത്രപരമായിട്ട് ഈ ശത്രുക്കൾ അല്ലെങ്കിൽ വിമർശകരായിട്ടുള്ള ഉന്നയിക്കുന്ന അവരുടെ ആ വാദങ്ങളിലേക്കാണ് ഇനി നമ്മൾ അവസാനമായിട്ട് പ്രവേശിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ജൂതന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഒരു സമീപനത്തെ പല സന്ദർഭത്തിലും ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ട് അവർ ആരോപണമായിട്ട് ഉന്നയിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളത്, അതിൻ്റെ കാരണങ്ങൾ ഇത് മുഴുനീള ചരിത്രം കേൾക്കുന്ന സന്ദർഭത്തിൽ വളരെ വ്യക്തമാണ്. എല്ലാ അർത്ഥത്തിലും മദീന എന്നുള്ള ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഭീഷണിയാകുന്ന രൂപത്തിൽ നിരന്തരം ആ കരാറ് ലംഘിച്ച് അവിടെയുള്ള പൗരാവകാശങ്ങളെല്ലാം ലംഘിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ തുടരെ ആവർത്തിച്ച സന്ദർഭത്തിലാണ് അവസാനം ഈ രൂപത്തിലുള്ള ഒരു സമീപനം റസൂലുള്ളാഹി അവരോട് സ്വീകരിക്കേണ്ടി വന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ള ജൂതഗോത്രങ്ങൾക്ക് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടെ ആയിരുന്നു. പക്ഷേ ആ രൂപത്തിലുള്ള ഒരു താക്കീത് നൽകിയിട്ടും അവർ യാതൊരു പാടും അവർ പഠിച്ചില്ല. അതാണ് മുന്നോട്ടുള്ള ചരിത്രം കാണിച്ചു തരുന്നത്. അവിടെ വീണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് 2 ജൂതഗോത്രങ്ങൾ ബനൂ നദീറുകാർ ഉടനെ തന്നെ അവരൊരു വലിയ ചതിക്ക് അവർ കൂട്ടുനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇതിനേക്കാൾ മോശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതെല്ലാം മുന്നോട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ജൂതഗോത്രം ബനൂ ഖുറൈള, അവരും സമാനമായിട്ട് ശത്രുക്കളോടൊപ്പം ചേർന്ന് നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർ ഇതേ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ് റസൂലുള്ളാഹി ശക്തമായിട്ടുള്ള നിലപാട് ഒരു രാഷ്ട്രനായകൻ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. പല സന്ദർഭത്തിലും വിമർശകരായിട്ടുള്ള ആളുകൾ ഇതേ രൂപത്തിൽ ചരിത്രപരമായിട്ട് ഇത്രയും ഈ നിരവധി ഇവൻറ്റുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മാത്രം അതിൽ നിന്ന് എടുത്ത് അതൊരു വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അതിലേക്ക് വഴിവെച്ച മുഴുവൻ കാരണങ്ങളെയും അവർ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ വിമർശനം ആരോപിക്കുന്ന യഥാർത്ഥത്തിൽ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്.
അപ്പം ഇത് ജൂതവിരോധമായിട്ടെല്ലാം ചിത്രീകരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ നിർത്തിയിട്ടും എല്ലാ അർത്ഥത്തിലും അവരെ ഒരു ഉമ്മത്ത്, ആ കരാറ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മദീനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെല്ലാം ഒരു ഉമ്മത്താണ്. ആ രൂപത്തിലായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. ആ രൂപത്തിൽ അവരെ കൂടെ നിർത്തിയിട്ടും അവർ തന്നെയാണ് കുതറി ഓടാൻ വേണ്ടി ശ്രമിച്ചത്. സഹകരിച്ച് ഒരേ ഉമ്മത്തായിട്ട് അവിടെ ജീവിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവർക്കും വലിയ നേട്ടമായിരുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അവരുടെ സമീപനങ്ങൾ കാരണം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതനായത്. അപ്പോൾ ചുരുക്കത്തിൽ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ അടിവരയിട്ട് മനസ്സിലാക്കുക, ജൂതവിരോധം കൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ള നടപടി അവരോട് സ്വീകരിച്ചത്, മറിച്ച് അവരുടെ പ്രവൃത്തി കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നടപടി അവരോട് സ്വീകരിച്ചത്. അതല്ലാതെ അവരുടെ മതം നോക്കി ആയിരുന്നില്ല, മതം നോക്കി തീരുമാനിച്ചതല്ല, അവരുടെ പ്രവൃത്തി കാരണമാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. അതല്ലാതെ ജൂതന്മാരെ ചേർത്ത് നിർത്തിയ ചരിത്രമാണ്. ചരിത്രപരമായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം മാത്രമാണിത്. ഇസ്ലാം ജൂതന്മാരെ എക്കാലഘട്ടത്തും ചേർത്ത് നിർത്തിയ ഒരു ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ, അതായത് വിശ്വാസികളുടെ മാതാവായിട്ട് കടന്നു വരുന്ന റസൂലുള്ളാഹിൻ്റെ പ്രിയ പത്നി സൊഫിയ ബിൻത്ത് ഹുയൈ റളിയല്ലാഹു അൻഹ, അവർ ഒരു ജൂത ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. നമുക്കറിയാം, ബനൂ നദീർ ഗോത്രക്കാരനായിരുന്ന ഹുയൈ ഇബ്നു അഖ്തബ്, അയാളുടെ മകളായിരുന്നു സൊഫിയ ബിൻത്ത് ഹുയൈ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാര്യമാരുടെ ചരിത്രം പരിശോധിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഭാര്യമാർക്കിടയിൽ മറ്റുള്ള ഭാര്യമാർ സൊഫിയ റളിയല്ലാഹു അൻഹയെ യഹൂദിയ ബിൻത്ത് യഹൂദിയ അല്ലെങ്കിൽ ജൂതപ്പെണ്ണ് എന്ന് ആ രൂപത്തിൽ ആക്ഷേപിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരോട് ശക്തമായിട്ട് കോപിക്കുന്നതായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫിയ റളിയല്ലാഹു അൻഹ അതിൽ വിഷമിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം അവരെക്കാൾ നല്ല ഒരു പാരമ്പര്യമാണ് നിനക്കുള്ളത്. കാരണം നിൻ്റെ ഭർത്താവ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണ്. അതേപോലെ തന്നെ നിൻ്റെ പിതാവ്, അതായത് പ്രത്യേകം മനസ്സിലാക്കുക, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പരമ്പരയിലാണ് സൊഫിയ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിൻ്റെ പിതാവും അതേപോലെ തന്നെ നിൻ്റെ പിതൃവ്യൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെല്ലാം പ്രവാചകന്മാരാണ്. അപ്പോൾ ഈ നിന്നെ പരിഹസിക്കുന്ന ആളുകളെക്കാൾ നല്ല ഒരു പാരമ്പര്യമാണ് നിനക്കുള്ളതെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആ രൂപത്തിൽ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, റസൂലുള്ളാഹി വഫാത്താകുന്ന സന്ദർഭത്തിൽ ഒരു ജൂതൻ്റെ കയ്യിൽ ആ പടയെങ്കി പണയം വെച്ച രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ജൂതനുമായിട്ടൊരു കേസ് വരുന്നുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ്. അവസാനം ആ കോടതി മുസ്ലിം ഖലീഫയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെതിരായി, അതായത് ജൂതൻ അനുകൂലമായിട്ട് ആ കേസ് വിധി വരാണ്. അതിൽ അത്ഭുതം കൊണ്ട് അവസാനം ആ ജൂതൻ ഇസ്ലാം സ്വീകരിക്കുന്നതെല്ലാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കാണാൻ സാധിക്കും. ശേഷം വീണ്ടും മുന്നോട്ട് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമവികളുടെ കാലത്ത് സ്പെയിൻ്റെ എല്ലാം ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാം വളരെ കൃത്യമായിട്ട് എത്രത്തോളം മുസ്ലിം ഭരണത്തിന് കീഴിൽ ജൂതന്മാർ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഞാനിതെല്ലാം വിശദമായിട്ട് പറയാനുള്ള കാരണം ചരിത്രപരമായിട്ട് ഈ ഒരു ആരോപണത്തിൽ യാതൊരു കടമ്പുമില്ലെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത് AD 632 നമുക്കറിയാം. AD 632 റസൂലുള്ളാഹി വഫാത്തായി. അടുത്ത വർഷം AD 633 സ്പെയിനിൽ എന്തായിരുന്നു സംഭവിച്ചത്? സ്പെയിനിൽ AD 633 അക്കാലഘട്ടത്ത് സ്പെയിന് ഭരിച്ചിരുന്നത് വിസിഗോത്തിക് ചക്രവർത്തിമാരാണ്. അതായത് അവർ കാത്തലിക് ക്രിസ്ത്യൻസാണ്. അവർ AD 633 സ്പെയിനിലുള്ള ടൊലീഡോയിൽ അവിടെയുള്ള ബിഷപ്പുമാരെല്ലാം ഒരു കൗൺസിൽ, ഇക്കൂമെനിക്കൽ കൗൺസിൽ അവർ ചേരാൻ. അവരുടെ ആ കൗൺസിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നാട്ടിലുള്ള ജൂതന്മാരെന്ത് ചെയ്യും, അതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അവസാനം അവർ ആ കൗൺസിലെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരുടെ മുഴുവൻ സന്താനങ്ങളെയും ഒരു പ്രത്യേക പാഠശാലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവരെ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കുക. അതായിരുന്നു അവരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കളിൽ നിന്നും ആ കുട്ടികളെല്ലാം വേർപ്പെടുത്തി ആ രൂപത്തിലുള്ള അവകാശലംഘനം വളരെ ക്രൂരമായിട്ടാണ് അവിടെയുള്ള ജൂതന്മാരോട് അവിടെയുള്ള ചക്രവർത്തി പെരുമാറിയിരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജൂതന്മാർ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉമവികളുടെ കാലത്ത് AD 713 താരിഖ് ഇബ്നു സിയാദും സംഘവും സ്പെയിന് കീഴടക്കാൻ വേണ്ടി വരുന്നത്. അവർ വന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് അവരെ കൈനീട്ടി സ്വീകരിച്ചത് ആ നാട്ടിലുള്ള ജൂതന്മാരായിരുന്നു. കാരണം അവരെല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മോചനം ആവശ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും
ആ നാട്ടിലുള്ള ജൂതന്മാർ ചെയ്തു കൊടുത്തത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ജൂത ചരിത്രകാരന്മാരാണ്, ജൂയിഷ് ഹിസ്റ്റോറിയന്മാർ തന്നെ. സിയോൺ സോഹർ അദ്ദേഹത്തിൻ്റെ സെഫാഡ്രിക് ആൻഡ് മിസാർ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആരംഭ ഭാഗത്ത് 8-9 പേജിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചരിത്രം ജൂത ചരിത്രകാരന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം മുസ്ലിങ്ങൾ സ്പെയിന് കീഴടക്കി പിന്നീടുള്ള 10-800 വർഷം ആ സ്പെയിനിൽ ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും സഹവർത്തിച്ച് വളരെ സ്നേഹത്തോടുകൂടെ ആ ഐക്യത്തോടുകൂടെ ജീവിച്ച ചരിത്രത്തിലെ ഏറ്റവും സുവർണ മുഹൂർത്തങ്ങൾ ലാ കോൺവെനൻസിയ എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട് ആ സഹവർത്തിത്വത്തിൻ്റെ ചരിത്രം. ആ സന്ദർഭത്തിലും ജൂതന്മാർക്ക് എല്ലാ സ്വാതന്ത്ര്യവും മുസ്ലിങ്ങൾ അവരുടെ ഭരണത്തിന് കീഴിൽ നടക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭരണസ്ഥാനങ്ങളിൽ പോലും അക്കാലഘട്ടത്ത് ജൂതന്മാരുണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ല. 10-ാം നൂറ്റാണ്ടിൽ അബ്ദുറഹ്മാൻ മൂന്നാമൻ ഭരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ സ്പെയിനിലുള്ള ഏറ്റവും വലിയ പൊസിഷനിൽ അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് ആ സ്ഥാനത്തുണ്ടായിരുന്നത് ഒരു ജൂതനാണ്. ഹസ്ദ ഇബ്നു ഷബ്രൂത്ത് എന്നറിയപ്പെടുന്ന ജൂതൻ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുക. അയാൾ മാത്രമല്ല, അതേപോലെ തന്നെ സാമുവൽ ഹാഗ്നിത് എന്നറിയപ്പെടുന്ന മറ്റൊരു ജൂതൻ ഗ്രനാഡയിൽ അദ്ദേഹത്തിനായിരുന്നു ഭരണ പദവി നൽകിയത്. അതെല്ലാം ജൂതന്മാർ മുസ്ലിം ഭരണത്തിന് കീഴിൽ അവർക്ക് അത്രയും വലിയ സ്ഥാനങ്ങൾ പോലും മുസ്ലിങ്ങൾ നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇനി ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജൂതന്മാർക്ക് നൽകിയ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും ജൂതന്മാരുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പല പണ്ഡിതന്മാരും അവരുടെ രചനകൾ നടത്തുന്നതെല്ലാം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വെച്ചിട്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ജൂതന്മാരുടെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ. 2-ാം മൂസ എന്നുള്ള പേരിൽ അവർ വിളിക്കുന്ന മൂസബിന് മൈമൂൻ അല്ലെങ്കിൽ മൈമനോയിഡ്സ്, അതല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു ടൈറ്റിൽ റാംബാം എന്നുള്ളത് അവർ നൽകുന്നൊരു വിശേഷണമാണ്. ഇപ്പോൾ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം എന്നെല്ലാം പറയുന്നത് പോലെ അവർ റാംബാം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മൈമനോയിഡ്സ് അയാൾ ജീവിച്ചതും ഗ്രന്ഥരചന നടത്തിയതെല്ലാം സ്പെയിനിലുള്ള ഗ്രനാഡയിലായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അയാൾ എല്ലാ അർത്ഥത്തിലും അവിടെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നു, ഗ്രന്ഥരചന നടത്തുന്നു. ജീവിതത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ എന്തോ ഒരു കാരണത്താൽ അയാൾ ഇസ്ലാം വരെ സ്വീകരിക്കുന്നുണ്ട്. ആ കാരണം പല രൂപത്തിലായിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ആ രൂപത്തിൽ ജീവിച്ച് പിന്നീട് മുസ്ലിം ഭരണം സ്പെയിനിൽ ദുർബലമായ സന്ദർഭത്തിൽ അയാൾ സ്പെയിനിൽ നിന്നും പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. ഈജിപ്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കൊട്ടാരൻ ബിഷൊഗറിനായിട്ടാണ് പിന്നീടുള്ള കാലം ഇയാൾ കഴിച്ചു കൂട്ടുന്നത്. അതുമാത്രമല്ല, സ്പെയിനിൽ ഇസ്ലാമിക ഭരണം തകർന്നതിന് ശേഷം സ്പാനിഷ് ഇൻക്വിസിഷന് ശേഷം അവിടെയുള്ള ജൂതന്മാരും മുസ്ലിങ്ങളും നിരവധി പീഡനങ്ങൾ ക്രൈസ്തവരിൽ നിന്നും ഏൽക്കേണ്ടി വരാൻ. ആ സന്ദർഭത്തിലും ജൂതന്മാരെ കൈനീട്ടി സ്വീകരിച്ചത് ഉസ്മാനി ഖിലാഫമാർ, ഓട്ടോമൻ തുർക്കിയിലുള്ള ഉസ്മാനി ഖലീഫമാരാണ് ആ സന്ദർഭത്തിലും ജൂതന്മാരെ സ്വീകരിച്ചത്. അവിടെയും അവർക്ക് എല്ലാ രൂപത്തിലുള്ള അവകാശങ്ങളും അവർ നൽകി. പ്രമുഖനായിട്ടുള്ള ഓട്ടോമൻ ഖലീഫ സുലൈമാൻ അൽ ഖാനൂനി അല്ലെങ്കിൽ സുലൈമാൻ ദ മാഗ്നിഫിഷ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ചക്രവർത്തിയുടെ കീഴിലെല്ലാം എത്രത്തോളം ജൂതന്മാർക്ക് എല്ലാ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ജൂത ചരിത്രകാരന്മാർ തന്നെ, അവരുടെ തന്നെ ചരിത്രകാരന്മാർ, അംനോൻ കോഹൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം എ വേൾഡ് വിത്തിൻ ജൂയിഷ് ലൈഫ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ മുസ്ലിം കോഡ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ്. 94 പുറത്തിറങ്ങിയിട്ടുള്ള ആ ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഓട്ടോമൻ ഖലീഫമാർക്ക് കീഴിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ രജിസ്റ്റർ ചെയ്ത കേസുകളെ സംബന്ധിച്ചുള്ള പഠനമാണ്. AD 1500-നും 1570-നും ഇടയിലുള്ള 70 വർഷത്തെ കേസുകൾ അയാൾ പരിശോധിച്ച സന്ദർഭത്തിൽ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്, അക്കാലഘട്ടത്ത് മുസ്ലിം കോടതികളിൽ ജൂതന്മാർ 1000-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ട് അയാൾക്ക് കാണാൻ സാധിക്കുകയാണ്. അത്ഭുതപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർക്ക് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് കോടതികൾ ആ നാട്ടിലുണ്ടായിട്ടും മുസ്ലിം കോടതികളിൽ 1000-ലധികം കേസുകൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അന്വേഷിച്ച സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് ആ മുസ്ലിം കോടതികളിലായിരുന്നു ജൂതന്മാർക്ക് പൂർണ്ണ നീതി ലഭിച്ചിരുന്നത്. അവരുടെ കോടതിയേക്കാൾ നീതി ശരീഅത്ത് കോടതികളിൽ ലഭിച്ചിരുന്നു. അത് ആ കാരണത്താൽ പല ജൂതന്മാരും അക്കാലഘട്ടത്ത് മുസ്ലിം കോടതികളെ സമീപിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്. പല സന്ദർഭത്തിലും വിമർശകർ ഉന്നയിക്കാറുള്ള മറ്റൊരു കാര്യം അവർ ജിസിയ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ജിസിയ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് അവിടെ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആ സക്കാത്തിന് പകരമായിട്ട് ജിസിയ നൽകേണ്ടതുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിയമമാണ്. അവിടെയും രസകരമായിട്ടുള്ള കാര്യം വിമർശകർ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് നൽകുന്നതിനേക്കാൾ എത്രയോ ചെറിയൊരു സംഖ്യയാണ് ജിസിയായിട്ട് അവരിൽ നിന്നും ഈടാക്കിയത്. അത് ആ നാട്ടിന് നൽകുന്ന നികുതി മാത്രമായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പല സന്ദർഭത്തിലും
വിമർശകരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കാറുള്ളത്. ഇതിൽ യാതൊരു അടിസ്ഥാനമില്ലെന്ന് ജൂത ചരിത്രകാരന്മാർ തന്നെ പറയുന്നു. വീണ്ടും സിയോണിസ്റ്റ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ബെർണാഡ് ലൂയിസ് അദ്ദേഹത്തിൻ്റെ ജൂസ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിമർശകനാണ്, അദ്ദേഹം ഓറിയൻ്റലിസ്റ്റ് വിമർശകനാണ്. അദ്ദേഹം പോലും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം, ജൂതന്മാർ വർഷങ്ങളോളം അവർ നേരിട്ട പീഡനങ്ങൾ അതിജയിച്ച് അവരാ എക്സ്റ്റിങ്ഷൻ, അതായത് എല്ലാ അർത്ഥത്തിലും നാമാവശേഷമാകേണ്ട ആ ജൂതരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മുസ്ലിങ്ങളായിരുന്ന ആ ജൂതന്മാരെ എല്ലാ അർത്ഥത്തിലും പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നുള്ളത് അയാൾ തുറന്ന് സമ്മതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള. അപ്പോൾ ഈ രൂപത്തിലാണ് ജൂതന്മാരെ സദാസന്ദർഭത്തിലും ചേർത്ത് നിർത്തിയ ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിക ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ആ ചരിത്രത്തിലുടനീളം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുനിന്നും ജൂതന്മാരെ ആട്ടിയകറ്റിയ സന്ദർഭത്തിൽ അവർക്ക് പ്രധാനമായിട്ട് അഭയം നൽകി അവരെ സ്വീകരിച്ചത് പ്രധാനമായിട്ടും മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു. അക്കാലഘട്ടത്ത് യമനിലും അതേപോലെ തന്നെ ഇറാഖിലും ഇറാനിലും തുർക്കിയിലും സ്പെയിനിലും അതേപോലെ തന്നെ ഈജിപ്തിലെല്ലാം പ്രധാനമായിട്ട് ജൂതന്മാർ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീട് നമുക്കറിയാം ഇസ്ലാമിക ആ ഒരു ഭരണം ദുർബലമായതോടുകൂടെ അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്ത് വ്യവസ്ഥ അവസാനിച്ചതിന് ശേഷം ജൂതന്മാർ അനുഭവിക്കേണ്ടി വന്നത് ഏത് രൂപത്തിലായിരുന്നു യൂറോപ്പ് അവരെ ട്രീറ്റ് ചെയ്തത്. നമുക്കറിയാം ഹിറ്റ്ലർ 6 മില്യൺ ജൂതന്മാരെയാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് വധിച്ചത്. അപ്പോൾ ആ രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് പിന്നീട് അവർ വിധേയമാകേണ്ടി വന്നു. അതിനുശേഷം നമുക്കറിയാം പിന്നീട് തിയോഡർ ഹെർസൽ അയാൾ സിയോണിസം എന്നുള്ളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1947 അവസാനം ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം പിറക്കുകയാണ്. ആ ഒരു രാജ്യം പിറക്കുകയാണ്. അതിന് സിയോണിസത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷമാണ് ഈ രൂപത്തിലുള്ള ചില യാതൊരു ചരിത്രപരമായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത ചില ആരോപണങ്ങളായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുന്നത്. പല സന്ദർഭത്തിലും നമ്മൾ സിയോണിസത്തെ എതിർക്കുന്ന സന്ദർഭത്തിൽ അത് ജൂതവിരോധമായിട്ട് അത് പല രൂപത്തിലും അവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ജൂതമതത്തോട് യാതൊരു വിരോധമില്ല. ഇന്നും യഥാർത്ഥത്തിൽ ജൂതമതത്തെ ഉൾക്കൊണ്ട ആളുകൾ പോലും ആ സിയോണിസത്തിനെതിരായിട്ട് നിലകൊള്ളാറുണ്ട്. അപ്പോൾ സിയോണിസത്തെ എതിർക്കുന്ന സന്ദർഭത്തിൽ അത് ജൂതവിരോധമായിട്ട് ചിത്രീകരിച്ച് ഈ രൂപത്തിലുള്ള പല ആരോപണങ്ങളും അവരുന്നയിക്കുന്നുവെന്ന് മാത്രം. അതല്ലാതെ ചരിത്രപരമായിട്ട് ഈ ഒരു വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വിശദീകരിച്ച ചരിത്രത്തിലുടനീളം കാണുന്നത് സഹകരണ മനോഭാവത്തോടുകൂടെ നമ്മോട് സഹവർത്തിച്ച സന്ദർഭത്തിലെല്ലാം അവരെ ചേർത്ത് നിർത്തി അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയ ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത്. അതേ സന്ദർഭത്തിൽ കൂടെ നിന്ന് പിറകിലൂടെ, അതായത് കൂടെ നിന്ന് വഞ്ചിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അത് അവരെന്നല്ല ആരാ രൂപത്തിൽ പ്രവർത്തിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രനായകന്മാർ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടെ ചെയ്തത്. അവിടെ ജൂതരായി എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരുടെ പ്രവൃത്തി കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളത്. അതിനൊരിക്കലും ജൂതവിരോധമായിട്ട് ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് ചരിത്രപരമായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു വാദം മാത്രമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിലൊരു തുടക്കം മാത്രമാണ്. ഈ രൂപത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ച് ഒരു വാണിംഗ് മറ്റുള്ള ജൂതഗോത്രങ്ങൾക്ക് നൽകിയിട്ടും അതേ പ്രവൃത്തി അവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ആ ബദറിലേറ്റ പരാജയത്തിൻ്റെ പ്രതികാരദാഹുവായിട്ട് ഖുറൈശികൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ അവർ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആക്രമണങ്ങൾ ആ ഇടക്ക് മദീനക്കെതിരെ അവർ നടത്തുന്നുണ്ട്. അതിൽ പോലും ചില ജൂതഗോത്രങ്ങൾ സഹകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലതുമാണ് പിന്നീട് പ്രധാനപ്പെട്ട ഉഹുദ് യുദ്ധത്തിന് കാരണമായി തീരുന്നത്. എന്തായിരുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങൾ? ഉഹുദ് യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങളുണ്ട്. അതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ മനസ്സിലാക്കാനും നാളെ റസൂലിനോടും അതേപോലെ തന്നെ സ്വഹാബികളോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.